പ്പെട്ട രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. നമ്മുടെ കർത്താവ് ക്രൂശിൽ മരിച്ചു, ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ അവൻ ഇരിക്കുന്നു. നമ്മൾ ആ ഭാഗം ഒന്ന് ഫോക്കസ് ചെയ്യണം. ക്രൂശിൽ മരിച്ച കാര്യം ഓർക്കുമ്പോൾ നമ്മുടെ പാപവിഹാരമാണ്. ഉയർത്തെഴുന്നേറ്റത് കൊണ്ട് നമുക്ക് നവജീവൻ കിട്ടി. സ്വർഗത്തിൽ പോയത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ കിട്ടി. എന്നാൽ അവിടെ ഇരിക്കുന്നത് കൊണ്ട് എന്തെല്ലാം ലഭിക്കും? അവൻ്റെ പൊസിഷൻ മനസ്സിലാക്കണം. ക്രൂശിൽ മരിച്ച യേശുവല്ല, ഇന്ന് സർവ്വ അധികാരമുള്ളവനായിട്ട് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ചെങ്കോൽ പിടിച്ചവൻ വാഴുകയാണ്. അതാ നമ്മുടെ കർത്താവിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. നമ്മളത് ഓരോന്നും ക്ലെയിം ചെയ്യണം. ഇപ്പം പാപക്ഷമമാണെങ്കിൽ രക്തത്തിൽ ആശ്രയിക്കണം. യേശു രക്തം നമ്മുടെ പാപത്തിന് പ്രായശ്ചിത്തം. ആ രക്തം എൻ്റെ പാപമൊക്കെ എന്നെ ശുദ്ധീകരിക്കുന്നു. അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു അല്ലേ? സ്വർഗത്തിലേക്ക് പോയത് കൊണ്ട് പരിശുദ്ധാത്മാവിനെ വാങ്ങി തന്നിരിക്കുന്നു അല്ലേ? അങ്ങനെ അവൻ നമുക്ക് വേണ്ടി മരത്തിൽ തൂങ്ങിയത് കൊണ്ട് ശാപം മാറിപ്പോയിരിക്കുന്നു അല്ലേ? അപ്പം ഒരുപാട് നന്മകൾ യേശുവിൻ്റെ ഓരോ പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് കർത്താവ് സ്വർഗത്തിൽ ഇരിക്കുന്നത് കൊണ്ട്, അധികാരമുള്ളത് കൊണ്ട് നമുക്ക് വളരെയധികം ധൈര്യമുണ്ട്. ശത്രു കർത്താവിന് കാൽക്കീഴിലാണ്, നമ്മുടെയും കാൽക്കീഴില്ല. ഹല്ലേലൂയ. യേശു തലയാണെങ്കിൽ നമ്മളവൻ്റെ ശരീരമാണ്. സമാഹാത്മയമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽക്കീഴിൽ ചതച്ച് കളയും. നമ്മുടെ കാൽക്കീഴില്ല, കാരണം നമ്മൾ കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. കാലെവിടെയാണ് ഉള്ളത്? ശരീരത്തിലാണ് ഉള്ളത്. അപ്പോൾ കർത്താവിൻ്റെ അധികാരം എവിടെയുണ്ട്? സഭയ്ക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള വചനങ്ങൾ ധ്യാനിച്ച് നമുക്ക് ധൈര്യം പ്രാപിക്കാം. ഇന്ന് നമ്മൾ ചിന്തിച്ച ഒരു വിഷയം ഈ പുസ്തകത്തിൻ്റെ 1-ാമത്തെ ഭാഗമാണ്. നമ്മളെ വീണ്ടെടുത്ത കർത്താവ് നമ്മുടെ ബന്ധനമഴിച്ച് നമ്മെ വിടുവിച്ച് നമ്മെ സ്വതന്ത്രരാക്കി നമ്മെ സംരക്ഷിച്ച് നമ്മളെ വിശുദ്ധീകരിച്ച് എങ്ങോട്ട് കൊണ്ടുപോവുക? തേസിലേക്ക്. ബ്രിങ്ങിങ് മെനി സൺസ് ടു ഗ്ലോറി. ആദ്യം നമ്മൾ സൺസും ഡോട്ടേഴ്സും ആകണം. അത് കഴിഞ്ഞപ്പോൾ നമ്മളെ എന്ത് ചെയ്യും? ഹി വിൽ ലീഡ് us ടു ഗ്ലോറി. അതിനുവേണ്ടി പ്രപഞ്ചം കാത്തുകൊണ്ടിരിക്കുക. സൃഷ്ടിജാലം മുഴുവനും ദൈവപുത്രന്മാരുടെ വെളിപ്പാടിന് വേണ്ടി ഞരങ്ങിക്കൊണ്ടിരിക്കുക. ദ ഹോൾ ക്രിയേഷൻ ഈസ് ഗ്രോണിങ് ടു സീ ദി അപ്പിയറൻസ് മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ചിൽഡ്രൻ ഓഫ് ഗോഡ്. അതുപോലെ ആത്മാവ് തന്നെ എന്ത് ചെയ്യുന്നു? നമുക്ക് വേണ്ടി ഞരങ്ങുക. ദ സ്പിരിറ്റ് ഹിംസെൽഫ് ഈസ് ഗ്രോണിങ് വിത്തൗട്ട് വേർഡ്സ്. നമുക്ക് വേണ്ടി നമ്മളും നിരങ്ങുക. ആത്മാവെന്ന ആദ്യ ദാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഞരങ്ങിക്കൊണ്ടിരിക്കുക. അപ്പം ഒരു വലിയ ഗ്രോണിങ് ആണ്, ഒരു ബർത്ത് ബാങ്ക് ആണ്, അല്ലെങ്കിൽ ഒരു പ്രസവവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വലിയത് പറക്കാൻ പോവുക ഇല്ലേ? മനോഹരമായൊരു പുതിയ ലോകം വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ ആ കാഴ്ചപ്പാട് അയലിപ്പാൻ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ഇപ്പം കർത്താവിൻ്റെ ദൗത്യം വലിയ ദൗത്യമാണ്. ക്രൂശിൽ വന്നവൻ നിവർത്തിച്ചു, ടെറ്റലിസ്റ്റായി, റിഡംഷൻ പൂർത്തിയായി, രക്ഷണവേല പൂർത്തീകരിക്കപ്പെട്ടു. അവൻ്റെ ആ ദൗത്യം കഴിഞ്ഞവൻ ഇപ്പോൾ ഇരിക്കുന്നത് വേറെ ഓഫീസിലാണ്. അതിരിക്കുന്ന സ്വർഗത്തിലെ അധികാരമുള്ള കസേരയിലാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യോഹന്നാനെ മരണത്തിൻ്റെയും പാപത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട്. അപ്പം സ്വർഗ ഭൂമി പാതാളത്തിലെ എല്ലാ ശക്തിയും അവൻ്റെ കയ്യിലായിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാ നാമവും അവൻ ഏറ്റുപറയും. എല്ലാ മുഴങ്കാലും മുഴങ്ങും. അവൻ്റെ നാമം സകല നാമത്തിലും മേലായ നാമമാണ്. സ്വർലോകരുടെയും ഭൂലോകരുടെയും അതുകൊണ്ട് എല്ലാവരും മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് ആ നാമം. ഹല്ലേലൂയ. ഒരു ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ. ആ കർത്താവ് ആരാണ്? ആ കർത്താവ് നമ്മുടെ രക്ഷയുടെ നായകനാണ്. നമ്മുടെ രക്ഷയുടെ നായകൻ, ക്യാപ്റ്റൻ ഓഫ് അവർ സാൽവേഷൻ. അവൻ ദൗത്യത്തിൽ അവൻ ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുകയാണ്. വിടുവിച്ച് കഴിഞ്ഞു, അവൻ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ആ ഹെവൻലി ട്രെയിൽ, ആ സ്വർഗീയ പാത നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം, അവൻ നമ്മളെ പണിതുകൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞു, അത് ആവർത്തിക്കുന്നില്ല, സമയക്കുറവുകൊണ്ട്. അവൻ നമ്മളെ വിടുവിച്ചെടുത്ത് നമ്മളെ സംരക്ഷിച്ച് നമ്മളെ പലതരത്തിൽ കൂടെ കടത്തിവിട്ട്, അതായത് ട്രയൽസ്, ടെസ്റ്റുകൾ, പിന്നെ ടെംപ്റ്റേഷൻ, പ്രലോഭനങ്ങൾ, പിന്നെ സഫറിങ്സ്, പിന്നെ ബാലശിക്ഷയിലൂടെ നമ്മളെ കൊണ്ടുപോകും. ഇതെല്ലാം കൂടെ നമ്മിൽ ചെയ്യുമ്പോഴും പേടിക്കേണ്ട, ഇതെല്ലാം അവൻ അനുഭവിച്ചവനാണ്. അവൻ കഷ്ടം അനുഭവിച്ചവനാണ്, അനുസരണപ്പെടുത്തി തികഞ്ഞവനാണ്. പിന്നെ അവൻ നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനാണ്, അവൻ പ്രലോഭിപ്പിക്കപ്പെട്ടവനാണ് ഇല്ലേ? മരുഭൂമിയിൽ യേശു ടെംപ്റ്റ് ചെയ്യപ്പെട്ടു. കർത്താവ് ഭൂമിയിൽ അനവധി പരീക്ഷണങ്ങൾ കടന്നവൻ. അതുകൊണ്ട് ഏത് ടെസ്റ്റ് വന്നാലും നമ്മെ സഹായിപ്പാൻ അവൻ മതിയായവനാ. ഒരു കാര്യം ചെയ്താൽ മതി, അങ്ങോട്ടങ്ങ് ഡ്രോ നിയർ ടു ഹിം.
ഇതിലെ പ്രധാനപ്പെട്ട 5 ഭാഗത്ത് പറയുന്നത് ഡ്രോ നിയർ, അടുത്ത് ചെല്ലുക. അപ്പോൾ ആദ്യം നമ്മൾ ചെല്ലേണ്ടത് എന്തിനു വേണ്ടിയാ? കർത്താവേ എനിക്ക് കഴിയുന്നില്ല കർത്താവേ, എന്ത് വേണം? എനിക്ക് കരുണ വേണം. കരുണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്തു പോയുള്ള കാര്യങ്ങൾ, ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ ചെയ്തു പോയില്ല, എനിക്ക് വീഴ്ച പറ്റിപ്പോയി കർത്താവേ, ഒരു കുഴപ്പമില്ല. അവൻ കരുണയുള്ളവനാണ്, അവൻ ദൈവകാര്യത്തിൽ കരുണയുള്ളവനാണ്, വിശ്വസ്ത മഹാപുരോഹിതനാണ്. അതുകൊണ്ട് പേടിക്കാനില്ല, ഭയമേ വേണ്ട. പ്രാർത്ഥനയ്ക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ധൈര്യമായിട്ട് കാര്യം തുറന്നു പറയണം. അതാണ് നമ്മൾ നേരത്തെ വായിച്ചത്. വചനം കേൾക്കുമ്പോൾ നമ്മുടെ സർവ്വ രഹസ്യങ്ങളും വെളിപ്പെട്ട് വരും. ഓടിക്കളയരുത്, അതെല്ലാം കൊണ്ട് ഏൽപ്പിച്ചാൽ മതി. നമ്മളെ പൂർണ്ണമായി സഹായിപ്പാൻ കഴിവുള്ള കർത്താവാണ്. എത്ര ഗുരുതരമായ റിസൾട്ട് ഉണ്ടെങ്കിലും ഈ വൈദ്യന് അതൊന്നും വിഷയമല്ല, അവന് പൂർണ്ണമായി മാറ്റാൻ കഴിയായ കർത്താവാണ്. ഹല്ലേലൂയ. ഏത് പ്രശ്നം നമ്മുടെ ആന്തരാത്മാവിൽ, നമ്മുടെ ദേഹത്തിൽ വെളിപ്പെട്ട് വന്നാലും യേശുവിന് അതിനെ മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. അപ്പോൾ അവൻ്റെ മുഖത്തേക്ക് നോക്കണം, അവൻ ശബ്ദം കേൾക്കണം. കേൾക്കുന്നതനുസരിച്ച് നമ്മൾ കരുണയ്ക്ക് വേണ്ടി ആർത്തിക്കണം. കരുണ മാത്രം പോരാ, കൃപ വേണം. എന്തിനു വേണ്ടിയാ? ചെയ്യേണ്ട കാര്യം ചെയ്യാൻ കൃപ. ഞാനിതെങ്ങനെ ചെയ്യും? എൻ്റെ കൃപ നിനക്ക് മതി. മൈ ഗ്രേസ് ഈസ് സഫിഷ്യന്റ് ഫോർ യു. എന്തൊരു മനോഹരം നോക്കിയേ. വന്നു പോയതിന് വേണ്ടി കരുണയും, ചെയ്യേണ്ടതിന് വേണ്ടി കൃപയും. കരുണ എന്ന് പറഞ്ഞാൽ ഹി ഈസ് നോട്ട് ഗീവിങ് എസ് ദാറ്റ് വിച്ച് വി ഡിസേർവ്. നമ്മൾ അർഹിക്കുന്ന ശിക്ഷ തരാതിരിക്കുന്നതാണ് കരുണ. We deserve condemnation, we deserve punishment, we deserve heaven. നമ്മൾ ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാൻ വേണ്ടി മാത്രമുള്ളവരാണ്, പക്ഷേ he doesn't give it. അപ്പോൾ അർഹിക്കുന്നത് തരാത്തതാണ് കരുണ. എന്നാൽ അർഹിക്കാതെ തരുന്നതാണ് ഗ്രേസ്. ഹല്ലേലൂയ. അൺമെറിറ്റഡ് ഫേവർ. ഹല്ലേലൂയ. അർഹിക്കുന്ന ശിക്ഷയും ന്യായവിധിയും എല്ലാം തരാതിരുന്നിട്ട് അർഹിക്കാത്ത നന്മ നൽകുന്നതാണ് കൃപയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും കടത്തിയെല്ലാം അതിനപ്പുറം വേറെ ഒന്നും വേണ്ട, എൻ്റെ കൃപ നിനക്ക് മതി. അപ്പോൾ നമ്മൾ കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിൻ്റെ കൃപ എപ്പോഴാണ് വേണ്ടത്? ഹെൽപ്പ് ഇൻ ടൈം ഓഫ് നീഡ്. പലയിടത്തും കാണാം, എയർപോർട്ടിലും മറ്റും കാണാം ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞിട്ട്. ചിലപ്പോൾ അവിടെ ആരും കാണുന്നില്ല, റെയിൽവേ സ്റ്റേഷനിൽ കാണും, ബോർഡ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കർത്താവ് 24/7 അവിടെ റെഡിയായിരിക്കുക. ഹല്ലേലൂയ. എപ്പോൾ ചെന്നാലും വിളിച്ചാൽ അപ്പം റെഡി. എന്താ കുഞ്ഞാ വേണ്ടത്? അർദ്ധരാത്രി ആയിക്കൊള്ളണ്ടേ, വിളിച്ച് ചോദിച്ചു നോക്ക്, കർത്താവെ സഹായിക്കണേ, കർത്താവെ കരുണ വേണം കർത്താവ് എന്ന് പറഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് നൽകാൻ കർത്താവ് മതിയാവനാ. ഓ എത്ര സന്തോഷം നോക്കിയപ്പോൾ. പാസ്റ്റർമാരെന്ന് വിളിക്കണ്ട, നിങ്ങൾ വിളിച്ചാൽ മതി. പലപ്പോഴും ചില നമ്പർ വെച്ചിരിക്കുക വിളിക്കാൻ രാത്രിയിൽ. അത് വേണ്ട, അവർ വെറും ബലഹീന മനുഷ്യരാണ്. നിനക്ക് നേരെ വിളിക്കാൻ സാധിക്കും. ഹല്ലേലൂയ. അവൻ നിന്റെ കർത്താവാ, അവൻ ചോര കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയതാണ് നീ. ഹല്ലേലൂയ. നീ അവൻ്റെ മകനും മകളുമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യത്തോടെ അടുത്ത് ചേരണം. നമുക്ക് ഒരു ആക്സസ് ഉണ്ട്, നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അങ്ങോട്ട് കൊണ്ടു ചെന്നാൽ മതി, അപ്പോഴത്തേക്ക് ഡോറൊക്കെ തുറന്നു വരും. ഹല്ലേലൂയ. ഇല്ലേ? ഇപ്പം എല്ലാം സെൻസറല്ലേ, നമ്മൾ ചെല്ലുമ്പോൾ തന്നെ ഡോറങ്ങ് തുറക്കും. ഹല്ലേലൂയ. എന്താ വേണ്ടത് കുഞ്ഞിനെ? എനിക്ക് കരുണ വേണം. അയ്യോ ഞാൻ ആകെ അസ്വസ്ഥയായിരിക്കുന്നു, കരുണ, എനിക്ക് കൃപ വേണം. തക്ക സമയം നൽകാൻ മതിയാവനാ. പിന്നെന്തിനാ ഭയപ്പെടുന്നത്? ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാകയാൽ എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കുഞ്ഞുങ്ങൾ. പാട്ട് പാടുവോ? എന്തിനായി ഭാരങ്ങൾ, എന്തിനാണ് ഈ ആകുലം? ഇത്ര നല്ല ഇടയുള്ളത് കൊണ്ട് ഒന്ന് സന്തോഷിക്കുമോ ഇന്ന് മുതൽ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കരുതുന്നവനാ, നടത്താൻ കഴിവുള്ളവനാ. പക്ഷേ പരീക്ഷ ഒഴിവാക്കി തരുന്നില്ല. അതിനോട് പ്രാർത്ഥിക്കല്ലേ. പരീക്ഷ ഒഴിവാക്കി തരുന്നില്ല, പരിശോധന ഒഴിവാക്കി തരുന്നില്ല, അടി കിട്ടാതിരിക്കത്തില്ല, കഷ്ടത ഒഴിവാക്കി തരും. ഇതെല്ലാം നമുക്ക് നല്ലതാണ്. പക്ഷെ സഹായം തരും. പരീക്ഷ ഹോളിൻ്റെ വാതൊക്കെ വരവാൻ നമ്മളെ സഹായിക്കും, അകത്ത് കയറുന്നില്ല. ഹല്ലേലൂയ. ഇല്ലേ? അമ്മമാരൊക്കെ മിക്കവാറും എൻട്രൻസിനൊക്കെ പോയി ലോഡ്ജിൽ താമസിച്ച് വാതൊക്കെ വരെ ചെന്ന് മക്കളെ കയറ്റി വിടും. അല്ലേ? അവർ പോയി ടെസ്റ്റ് എഴുതി തിരിച്ചു വരുന്ന പോലെ നമ്മുടെ കർത്താവ്. അവൻ നല്ലൊരു ട്രെയിനറാണ്, അവൻ നല്ലൊരു മെൻ്ററാണ്. അവൻ പറയുന്നത് പോയാൽ മതി, വിജയം സുനിശ്ചിതമാണ്. ക്രിസ്തുയേശു മുഖാന്തരം നമുക്ക് പൂർണ്ണ ജയം. വി ആർ മോർ ദാൻ കോൺകറേഴ്സ് ത്രൂ ദ വൺ ഹു ലവ്ഡ് us. പൂർണ്ണ ജയം. ക്രിസ്തു എല്ലായ്പ്പോഴും ജയോത്സവം. വി ആർ ഓൾവേസ് ഇൻ ദ ട്രയംഫൽ പൊസഷൻ. ഹല്ലേലൂയ. നമ്മൾ ജയിച്ചവരെക്കാൾ ആളുകളാണ്. ഹല്ലേലൂയ. മോർ ദാൻ എ കോൺകറർ ത്രൂ ദ വൺ ഹു ലവ്ഡ് us. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? ദൈവത്തിന് അടുത്തവരെ ആര് കുറ്റം? അവൻ ജോലിച്ച ഇതാണ് കുറ്റം പറഞ്ഞില്ല സാർ. അവൻ്റെ ജോലി തൊട്ടേ, അവൻ്റെ പേര് തന്നെ എങ്ങനെയാണ്? ബിസിനസ്. ഹല്ലേലൂയ. ആരെന്നെ കൊണ്ട് ചുമത്തും? ഇല്ലേ? ആരുമില്ല. നീതീകരിക്കുന്നവൻ, ഇറ്റ് ഈസ് ഗോഡ് ഹു ജസ്റ്റിഫൈസ്. ഹു ക്യാൻ അക്യൂസ് മീ? പറയും, ഇതൊക്കെ പറയാറുണ്ട്, ഞാൻ പറയാറുണ്ട്. സാത്താനെ നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട,
നീയാണ് പാപത്തിൻ്റെ അപ്പൻ, കള്ളൻ്റെ അപ്പൻ, നീയാണ് പാപം ചെയ്യിക്കുന്നവൻ. ചേച്ചിയുടെ നീ പിന്നെ കുറ്റം പറയണോ? നീ അല്ലേ പാപം ചെയ്യാൻ പറഞ്ഞത്? ഡബിൾ റോൾ കളിക്കുകയാണോ നീ മാറി നിൽക്കേ. എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു. ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തവൻ, അവൻ എന്ത് ചെയ്യുന്നു? ദൈവത്തെ ഭക്തഭാഗത്ത് എനിക്ക് വേണ്ടി പക്ഷപാതം കാണിക്കുന്നു. അതുകൊണ്ട് എന്നെ മാറ്റാൻ ആർക്കും കഴിയത്തില്ല, ഒന്നിനും കഴിയത്തില്ല. ഇതായിട്ട് നമ്മൾ സൈനികരായിരിക്കണം. ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ദൈനംദിനം നമ്മൾ ഈ വിജയം ആഘോഷിക്കണം, സെലിബ്രേറ്റ് ചെയ്യണം. ഹല്ലേലൂയ. നോക്കുക, നമുക്ക് ആ ഭാഗത്തേക്ക് തിരിച്ചു വരാം. 4-ാം അധ്യായത്തിലേത് 14-ാം വാക്യം. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയൊരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചോണം. നമുക്കൊരു ആക്സസ് ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊരു പ്രവേശനമുണ്ട്. അത് നമ്മൾ മുറുകെ പിടിച്ച് അങ്ങ് ചെന്നാൽ മതി. പിന്നെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മഹാപുരോഹിതൻ നമ്മുടെ കരുണ കാണിക്കുന്നവരാണ്. He can be touched with our infirmities. He will understand our situation. He can help us to the uttermost. അതുകൊണ്ട് just draw near to him for mercy and grace in time of need. അതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തേത് അതാണ്, ധൈര്യത്തോടെ അടുത്ത് ചെല്ലുക. ഇനിയും അതിൻ്റെ 5-ലേക്ക് വരാം. 5-ന്റെ 11-ാം വാക്യം വായിക്കാം. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് വളരെ പറവാനുണ്ട്, എങ്കിലും നിങ്ങൾ ഈ എഴുത്തുകാരൻ എനിക്കറിയില്ല പൗലോസ് ആകാൻ സാധ്യത അല്ലെന്ന് പറയുന്നു. എങ്കിലും പൗലോസ് എനിക്കൊന്നും എഴുതത്തില്ല. ഒരുപാട് കാര്യം പറയാനുണ്ട് എനിക്ക്, പക്ഷേ എനിക്ക് പറയാനുണ്ട്, പക്ഷെ കേൾക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. യു ആർ സ്ലോ ടു അണ്ടർസ്റ്റാൻഡ്, സ്ലോ ടു ലിസൺ. നിങ്ങളുടെ ആ കേൾവി, നിങ്ങളുടെ ഗ്രഹിക്കാനുള്ള ശക്തി, ഗ്രാഹ്യ ശക്തി കുറച്ചിരിക്കുന്നതുകൊണ്ട് തെളിയിച്ചു തരാൻ വിഷമമാണ്. ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിച്ചു കൊടുക്കണം, എങ്കിലേ മനസ്സിലാകത്തുള്ളൂ. വചനം പറയുമ്പോഴാണ്, ഇങ്ങനെ തെളിയിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഹല്ലേലൂയ. ആ ക്ഷണം പോയ സമയത്ത് ഫിലിപ്പോസ് പതുക്കെ ആ വാക്യം അങ്ങോട്ട് അങ്ങ് ഉപയോഗിച്ചു കൊടുത്തപ്പോൾ പുള്ളിക്കാൻ രക്ഷിക്കപ്പെട്ടില്ലേ. നോക്കുക, കർത്താവ് എമ്മോസിലെ ശിഷ്യന്മാർ കൂടെ നടന്ന് ഡിസ്കസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പതുക്കെ അങ്ങോട്ട് വചനം അങ്ങോട്ട് വെളിപ്പെടുത്തി തുടങ്ങി. അപ്പോൾ അവർ ഹൃദയം ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്ന വായിക്കുന്നു. നോക്കുക, അവർ കർത്താവ് തെളിയിച്ചു കൊടുത്തു. മോശ തുടങ്ങി എല്ലാ പുസ്തകവും റെഫർ ചെയ്തൊരു 7 കിലോമീറ്റർ ദൂരം നടന്നു പോയി അവരുടെ സംശയമെല്ലാം മാറ്റിക്കൊടുത്തു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നല്ലവരെ കർത്താവാണ്. നോക്കുക, ഇവിടെ വായിക്കുന്നത് ഒരുപാട് കാര്യം പറയാനുണ്ടെങ്കിലും കേൾപ്പാൻ മാന്യമുള്ളവരായതുകൊണ്ട് തെളിയിച്ചു തരുവാൻ വിഷമം. അപ്പോൾ ഞാൻ ആവർത്തിക്കുന്നില്ല. നിങ്ങൾക്ക് ഇതിലെ കട്ടിയായ കാര്യങ്ങൾ ഗ്രഹിക്കുവാനുള്ള പ്രാപ്തിയില്ല. നിങ്ങളുടെ ഈ ABC മാറണം, ഈ ബേബ് എന്നുള്ള അവസ്ഥ മാറണം, നിങ്ങളുടെ ശൈശവാവസ്ഥ മാറണം. പാല് കുടിക്കുന്നത് മാറ്റിയിട്ട് നിങ്ങൾ കട്ടിയാഹാരം കഴിക്കണം. ABC പഠിക്കുന്നത് മാറ്റിയിട്ട് നിങ്ങൾ പരിജ്ഞാന പൂർത്തി പ്രാപിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് നമ്മൾ അവർക്ക് നല്ല ആഹാരം കൊടുത്ത് വളർത്തിയെടുക്കുന്നുണ്ട്. ആത്മീയത്തിൽ സംഭവിക്കണം. അതുപോലെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. അതുപോലെ ക്രിസ്തുവിൽ നമ്മൾ വളരണം, പരിജ്ഞാന പൂർത്തിയിലെത്തണം, ഇല്ലേ? അപ്പം അതിനു വേണ്ടിയുള്ള ഒരു ഉപദേശമാണ് ഇനി കാണുന്നത്. എന്തിനാണെന്നറിയോ അങ്ങനെ നമ്മൾ പ്രായപൂർത്തി പ്രാപിക്കുന്നത്? അതിൻ്റെ 11-ാമത്തെ 6-11. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പൊ ശൈശവദശയിൽ ഓടിച്ച് കർത്താവേ സഹായിക്കണേ, കർത്താവേ കരുണ തോന്നണമേ, കർത്താവേ കൃപ തരണമേ. അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബാലവാടിയാ. കർത്താവിൻ്റെ ജോലി അത് മാത്രമൊന്നുമല്ല. കർത്താവ് ഇരിക്കുന്നത് എന്തിനു വേണ്ടിയാ? ഒരുപാട് വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, അത് നമുക്ക് വാങ്ങിത്തരാനാണ്. ശ്രദ്ധിച്ച് കേൾക്കണമേ. അപ്പം നമ്മൾ അതിലേക്കൊന്ന് കയറണം. അപ്പം വാഗ്ദത്തങ്ങൾ എന്താണെന്നും അത് എങ്ങനെ കിട്ടുമെന്നും അറിഞ്ഞെങ്കിലല്ലേ ചോദിക്കാൻ പറ്റൂ, ഇല്ലേ? ഇവിടെ വായിക്കുന്നത്, നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാനൊക്കെ വേണം അവസാനത്തെ ഒരുപോലെ ഉത്സാഹം. ഇതുപോലെ പറഞ്ഞത് കെട്ടത് മുറുകെ പിടിച്ചോണം, വിശ്വാസം മുറുകെ പിടിച്ചോണം, നിങ്ങളെ വീണു പോകരുതെന്ന് പറഞ്ഞ ഒരു നെഗറ്റീവാണ് അത് പറയുന്നത്. ഇപ്പം പറയുന്നത് എന്താ പറയുന്നത്? ഒരുപോലെ എല്ലാവരും ഉത്സാഹം കാണിക്കണം. എന്തിനു വേണ്ടിയാ? പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടു? നമ്മുടെ പ്രത്യാശ എന്താണ്? കാണുന്ന പ്രത്യാശ അല്ല, കാണാത്ത വേണ്ടി കാത്തിരിക്കുന്നവരാ. അപ്പം ഈ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ നമ്മൾ അവസാനം വരെ ഒരുപോലെ ഉത്സാഹം കാണിക്കണം. ഒരുപോലെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, നിലനിൽക്കുന്ന ഒരു സ്റ്റെഡ്ഫാസ്റ്റ് ആയിരിക്കുന്ന ഒരു പെർസിവറൻസ്, ഒരു ഉത്സാഹം, ഒരു ഉണർവ് നമുക്കുണ്ടാകണമെന്ന് വചനം അനുശാസിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ. ഇപ്പം നിങ്ങൾക്കിപ്പോൾ മന്ദതയുണ്ട്, നിങ്ങൾ വളരെ മന്ദഗതിയിൽ പോയിക്കൊണ്ടിരിക്കുക, നിങ്ങൾ മുന്നോട്ട് പോകുന്നില്ല.
അങ്ങനെയുള്ള ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉത്സാഹം കാണിക്കണം. എനിക്കിതിൻ്റെ പ്രത്യാശ ഒന്ന് പ്രാപിക്കണം, എനിക്ക് ഈ അവസ്ഥ പോരാ, എനിക്ക് ഒന്നുകൂടെ ഒന്ന് വളരണം, എനിക്ക് കുറച്ചുകൂടെ കർത്താവിൽ ശക്തിപ്പെടണം, എനിക്ക് ഫലം കായ്ക്കണം, ഇല്ലേ? അതാണ് നമ്മുടെ ആഗ്രഹമായി തീരേണ്ടത്. അങ്ങനെ ഉത്സാഹം കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യില്ല? മന്ദതയുള്ളവർ ആകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും അവകാശമാക്കുന്നവരുടെ അനുകാരികളാകും. ഒരുപാട് പഴയ പിതാക്കന്മാര് എന്ത് ചെയ്തു? വാഗ്ദത്തങ്ങൾ അവകാശമാക്കി. ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗത്ത് 3-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേര് വീണുപോയി. കേട്ട വചനം അവർക്ക് ഉപകാരമായി ഭവിക്കാഞ്ഞുകൊണ്ട് അവർ മരുഭൂമി വീണുപോയി. അവരുടെ അവിശ്വാസമുള്ള ദുഷ്ടതയുണ്ടായി തള്ളി പറഞ്ഞ് അവർ ശവങ്ങളായി മാറി. ഇവിടെ പറയുന്നത് ഇപ്പുറത്തൊരു കൂട്ടം ആളുകൾ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശം അവരെ നോക്കണം. ഇനി അത് പറഞ്ഞ് വന്നിട്ട് പറഞ്ഞിലേക്ക് വരുമ്പോൾ പൂർവന്മാരുടെ സാക്ഷ്യമാണ്. ഹാബേലും മുതൽ വിശുദ്ധന്മാർ അവരൊക്കെ എന്ത് ചെയ്തു? വിശ്വാസത്താൽ പ്രാപിച്ചവരാ. അവർ നിങ്ങൾ വന്നിട്ടില്ല, നിങ്ങൾ അതുകൊണ്ട് ചെയ്യണം. ഇത്രയും ഒരു ക്ലൗഡ് ഓഫ് ഫിറ്റ്നസ് ഉള്ളത് കൊണ്ട് നിങ്ങൾ മുമ്പോട്ട് ഓടി നിങ്ങൾ വിരുദ്ധ പ്രാപിക്കണം. അല്ലേ? അപ്പോൾ നമ്മൾ ആ വലിയ റേസിലാണ് നിൽക്കുന്നത്. കർത്താവിന് കൂടെ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുക. അവനെ നോക്കി നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം. വീണുപോയവരെ നോക്കിയിട്ട് നമ്മൾ ഭയപ്പെടണം, കരുതണം, സൂക്ഷിക്കണം. എന്നാൽ ജയിച്ചവരെ നോക്കി നമ്മൾ അവനെ പിന്നെ യാത്ര ചെയ്യണം. ഹല്ലേലൂയ. നോക്കുക, അപ്പോൾ ഇവിടെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരുടെ അനുഗ്രഹങ്ങളെ തീരും. You do not become sluggish, but imitate those who through faith and patience inherit the promises. അപ്പോൾ നമ്മൾ ശിശുവായിരുന്നാൽ നമുക്ക് പ്രോമിസൊന്നും കിട്ടുന്നില്ല. ഗലാത്യർ പറയുന്നു, അവകാശിയാണെങ്കിലും ശിശുവായിരുന്നൊക്കെ ഒരു ഗുണമില്ല. വേലക്കാരികളുടെ കൂടെ അവരെ കഞ്ഞി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും നടത്തുന്നതും ഒക്കെ ഉടുപ്പിടുന്നതും. ആരാ? കുടുംബത്തിലെ കോടീശ്വരൻ്റെ കുഞ്ഞാണ്, എല്ലാ സ്വത്തും അവൻ്റേതാണ്, പക്ഷേ അവനൊന്നും അറിയത്തില്ല. അവകാശി ആരായിരിക്കുന്നത്? ശിശുവായിരിക്കാൻ പാടില്ല, അവൻ വളർച്ച പ്രാപിക്കണം. FSL വായിക്കുമ്പോൾ ഓരോ കാറ്റിനാൽ മുലഞ്ഞു പോകുന്നു. ഒരു ടീച്ചിങ് അങ്ങനെ കുറേ അങ്ങോട്ട് പോയി ഒരു ഇങ്ങോട്ട് പോയി, അങ്ങനെ ഒരു അടിസ്ഥാനമില്ലാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും പ്രാപിക്കാൻ പറ്റത്തില്ല, അല്ലേ? കൊതിൽ പറയുമ്പോൾ നിങ്ങൾ ഇപ്പോഴും ശിശുക്കളാണ്, നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഈർഷ്യയും പിണക്കവും സ്പിരിറ്റും ഒക്കെ ഭിന്നതയുണ്ട്, ഇല്ലേ? നിങ്ങൾക്ക് പക്ഷം പിടിക്കുന്ന പരിപാടിയുണ്ട്. ഞാൻ പൗലോസിൻ്റെ, ഞാൻ അപ്പൊല്ലോസിൻ്റെ, ഞാൻ പത്തോസിൻ്റെ. നിങ്ങൾ വെറും സാധാരണ മനുഷ്യരാണ്. അവരെ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവരാരാണ്? കാർന്നലാണ്, ജഡികന്മാരാണ്. അവരിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ജഡിക സ്വഭാവമാണ്. അങ്ങനെ കൂട്ട ആൾക്കാരുണ്ട്. നോക്കുക, അപ്പം അത് മാറണം. ഗലാത്യരിലും പറയുന്നുണ്ട്, എഫേസ്യയിലും പറയുന്നുണ്ട്, കൊരിന്ത്യരിലും പറയുന്നുണ്ട് നമ്മൾ ശൈശവാവസ്ഥ മാറണം എന്നുള്ള കാര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചത്, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസ ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങൾ മാറി, കെട്ടിയാഹാരമായി, ഇങ്ങനെ താങ്ങുന്ന പരിപാടി കഴിഞ്ഞു. ചെറിയ അടിയെ കൊടുത്തും താങ്ങിയും തലോടിയുള്ള ആ സ്റ്റേജ് മാറി. ഇപ്പം നല്ല കരുത്തലായിക്കൊണ്ടിരിക്കുക, അല്ലേ? ഹല്ലേലൂയ. നീ പിടിച്ചു നിൽക്കണം വിശ്വാസത്താലും ദീർഘക്ഷമയാലും. ഇപ്പോഴത്തെ കോർപ്പറേറ്റ് വർക്ക് ചെയ്യുന്നവർക്ക് എപ്പോഴും ബോഡി വിളിക്കും, ഇവിടെ ടാർഗറ്റ്, ഇല്ലേ? അവർ പരുങ്ങുക, രാത്രിയും പകലും ഇങ്ങനെ അങ്ങ് ഹാർഡ് വർക്കാണ്. അവർക്കൊരു ലക്ഷ്യമുണ്ട് നേടാൻ വേണ്ടി. അവരിങ്ങനെ പ്രഷർ ചെയ്തുകൊണ്ടിരിക്കും. എന്ന് പറയുന്ന പോലെ ഇവിടെ വായിക്കുന്നത് എന്താണ്? വാഗ്ദത്തങ്ങൾ അവകാശമാക്കാൻ വേണ്ടി എന്ത് വേണം? വിശ്വാസവും ദീർഘക്ഷമയും നമുക്ക് ആവശ്യമാണ്. എന്നിട്ട് അതിൻ്റെ 13-ാം വാക്യം മുതൽ നമ്മുടെ പൂർവ്വപിതാവായിരിക്കുന്ന അബ്രഹാമിൻ്റെ കാര്യം പറയുന്നുണ്ട്. അബ്രഹാമിന് വാഗ്ദത്തം കിട്ടി, ആ വാങ്ങി എടുക്കുന്നില്ല, നമുക്കറിയാവുന്നവർ വായിക്കേണ്ട ആവശ്യമില്ല. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. നമ്പർ 1, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു. 2, അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. 3, അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടു. 4, അബ്രഹാം ദൈവത്തെ സ്നേഹിച്ചു. 4 യോഗ്യത പറയുന്നുണ്ട്. നീ എന്നെ ഭയപ്പെടുന്നു എന്നിപ്പോൾ അറിയുന്നുണ്ട്. നിന്നെ അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. നീ വിശ്വസിച്ചത് കൊണ്ട് നീതിയെ കണക്കിടുക. നീ എന്നെ സ്നേഹിക്കുമെന്ന് ഇപ്പോൾ അറിയുന്നു. നീ സ്നേഹിക്കുന്ന മകനെ തന്നെ അർപ്പിക്കാൻ തയ്യാറായതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നു. നമ്മൾ അനുഗ്രഹങ്ങൾ അവകാശമാക്കണമെങ്കിൽ നമ്മൾ ഈ നിലയിൽ പ്രൂവ് ചെയ്യണം. നിർത്തി കണ്ടില്ല, നമ്മൾ കൊള്ളാകുന്നവരായി തെളിയണം, പ്രൂവ് ചെയ്യണം. ഞാനിപ്പോൾ പറയാം, ഞാൻ ലോക ചാമ്പ്യൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുമോ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്ത്യ ജീവിതത്തിൽ ടെസ്റ്റുകളുള്ള അതിന് വെച്ചിരിക്കുന്നത് തെളിയിക്കാൻ വേണ്ടിയാണ്. പൗലോസ് പറയുന്നത്, ഞങ്ങൾ കൊള്ളാകുന്നവരായി തെളിഞ്ഞതുകൊണ്ടാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവരാ. ഞങ്ങൾ ദൈവം പരിശോധിച്ച് ഞങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത്. ഇവിടെ വായിക്കുന്നത്, അബ്രഹാമിനോട് ഞാൻ പറഞ്ഞു, അബ്രഹാം ഇറങ്ങിപ്പോലപ്പെട്ടു. പിന്നെ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച് അനുസരിച്ചു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തെ ഭയപ്പെട്ടു. അതുകൊണ്ട് എന്ത് ചെയ്തു? ഉൽപ്പത്തി 22-ാം അധ്യായം, നീ എന്നെ അനുസരിച്ചത് കൊണ്ട് ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും, ഒരു സന്തതിയെ ഞാൻ കടക്കിലെ മണൽ പോലെയും ആകാശത്തിലെ വർദ്ധിപ്പിക്കും, ഒരു സന്തതി മുഖാന്തരം ഭൂമിയിലെ
സകല ജാതികളെയും അനുഗ്രഹിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയാണ് ആദാമിൽ നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങൾ അബ്രഹാമിലൂടെ തിരിച്ചു കൊടുക്കാനായിട്ട്. ഭൂമിയിലെ സകല ജാതികളെയും അനുഗ്രഹിക്കാനാണ് ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ആര് മുഖാന്തരമാണ്? അവൻ്റെ സന്തതി മുഖാന്തരം. അപ്പം ഈ അബ്രഹാമിനത് കിട്ടുമ്പോൾ അവന് മക്കളില്ല. നോക്കണം, ഇവിടെ വായിക്കുന്നത് ആദ്യം അവന് മക്കളില്ലായിരുന്നു, പിന്നെ മകനെ കിട്ടി, മകനെ അവൻ കൊല്ലാൻ തയ്യാറായി, ദൈവം അവൻ കൊടുത്ത വാഗ്ദത്തം അവൻ പ്രാപിച്ചു. മുന്നോട്ട് വരാം, നമുക്ക് അതിൻ്റെ 15-ാം വാക്യം വായിക്കാം. അങ്ങനെ അവൻ ദീർഘക്ഷമയോടെ ഇരുന്ന് വാഗ്ദത്ത വിഷയം പ്രാപിച്ചു. തങ്ങളെക്കാൾ വലിയവനെ കൊണ്ടല്ലോ മനുഷ്യർ സത്യം ചെയ്യുന്നത്. ആണ് അവർക്ക് ഉറപ്പിനായി സകല വാദത്തിന്റെയും തീർച്ചയാകുന്നു. അന്നത്തെ കാലത്ത് ഒരു കാര്യം ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ പോലെ വലിയ ഡോക്യുമെന്റേഷൻ ഒന്നുമില്ല, നോട്ടറിയും അങ്ങനെയുള്ള ജഡ്ജ് അങ്ങനെ ഒന്നുമില്ല. അന്ന് ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ ആണയിടുക, ഒരു ഓത്തെടുക്കുക. അപ്പം ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ, ഇതിന് യാതൊരു മാറ്റവും ഇനിയില്ല. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയോ? അത് ഉറപ്പാക്കാൻ വേണ്ടി ദൈവം എന്ത് ചെയ്തു? ആണയിട്ടു. എങ്ങനെ ആണയിടുന്നത്? എപ്പോഴും തങ്ങളെക്കാൾ വലിയവരെ കൊണ്ടാ. ഞങ്ങളെ കൊച്ചുകാരങ്ങളെ പിള്ളേർ ആണയിടുമായിരുന്നു. എടാ എൻ്റെ പപ്പയാണ് ഞാൻ പറയുന്നത്, ഇല്ല അങ്ങനെയൊക്കെ പറയുമായിരുന്നു. അപ്പം പറയുന്നത് സത്യമാണെന്ന് ഉറപ്പിക്കാം. ദൈവം കള്ളം പറയത്തില്ല, വാക്ക് പറയുന്നതാണെങ്കിലും ദൈവത്തിന് ആഗ്രഹം ഇതൊന്ന് ഉറപ്പിക്കണം. അവൻ എന്ത് ചെയ്തു? അപ്പോൾ ആരുടെ പേര് ഉള്ളത്? വലിയവൻ ആരെങ്കിലും ഉണ്ടോ? അവനാ വലിയവൻ. അതുകൊണ്ട് എല്ലാറ്റും വലിയവനാ ദൈവം എന്ത് ചെയ്തു? തന്നെ കൊണ്ട് തന്നെ ആണയിട്ടു. അപ്പോൾ ഒരു പ്രോമിസും ഒരു ഓത്തും, ഒരു വാഗ്ദത്വവും ഒരാണയും. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അർത്ഥം ആ കാര്യം ഉറപ്പാണ്. നോ ഡിസ്പ്യൂട്ട് ഓവർ ദിസ്. അതിൻ്റെ മേൽ പിന്നെ വാദത്തിൽ തീർച്ചയായി കഴിഞ്ഞു. ഇനിയും ആർക്കും വാദിക്കാൻ പറ്റില്ല. ആണയിട്ട് വാക്ക് കൊടുത്താൽ പിന്നെ അതിന് വേറെ ഒരു അപ്പീലും ഇല്ല. അബ്രഹാമിൻ്റെ വാഗ്ദത്തത്തിന് യാതൊരു വിധമായിരിക്കുന്ന മാറ്റം വരില്ല. ഇതിൻ്റെ സന്തതി മുഖാന്തരം ഞാൻ എന്ത് ചെയ്യും? ഭൂമിയിലെ സകലജാതികളെയും ശ്രദ്ധിക്കണം. ഞാൻ ഒരു മിഷണറിയാണ്. എൻ്റെ മനസ്സിൽ എന്നെ ബലപ്പെടുത്തിയ വാക്യം എന്നാണ്: ഒരു ജാതിയുടെയും അവരുടെ പശ്ചാത്തലമോ അവരുടെ പ്രവൃത്തികളോ നോക്കിയല്ല ദൈവം അനുഗ്രഹിക്കുന്നത്. ഒറ്റ കാര്യം നോക്കിയിട്ടാണ് അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം. ആ സന്തതി ആരാന്നറിയാമോ? യേശു ക്രിസ്തുവാണ്. ഗലാത്യർ വായിക്കുന്നു, സന്തതികൾ നനയെക്കുറിച്ചല്ല ഏകനെക്കുറിച്ചാണ്. അത് ക്രിസ്തു തന്നെ. പുതിയ നിയമം 1-ാം വാക്യം, അബ്രഹാമിൻ്റെ മകനായ ദാവീദിന്റെ മകനായ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി. അപ്പോൾ അബ്രഹാമിൻ്റെ മകനായിട്ട് വന്ന ആരാ? വാസ്തവത്തിൽ യേശു ക്രിസ്തുവാണ്. ദാവീദിന്റെ മകൻ ആരാണ്? യേശു ക്രിസ്തുവാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം ആർക്കാണ്? ജാതികൾക്ക്. ആര് മുഖാന്തരം? യേശുവിലൂടെ. അധികാരം ആർക്കാണ്? ദാവീദിന്റെ സിംഹാസനിരിക്കാൻ യോഗ്യനാരാണ്? യേശുവാണ്. മറിയേ നീ ഭാഗ്യവതി, കൃപ ലഭിച്ചവൾ, നീ ഗർഭം വെച്ച് മകനെ പ്രസവിക്കും, അവൻ വലിയവനാകും, അത്യുന്നതൻ വിളിക്കപ്പെടും, അവന് പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകത്തില്ല. നമ്മളത് സന്തോഷിക്കുമോ പ്രിയമുള്ളവരെ? ഹല്ലേലൂയ. നമ്മൾ ആ പാരമ്പര്യത്തിൽപ്പെട്ടവരാണ്. നമ്മൾ അബ്രഹാമിൻ്റെ മക്കളാണ്. അനുഗ്രഹത്തിന് അളവേ ഇല്ല. ഞാൻ പറഞ്ഞ അനുഗ്രഹത്തിന് വേണ്ടി നമ്മൾ കരയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ കർത്താവ് ചൊരിഞ്ഞിരിക്കുക. എഫെസ്യരിൽ വായിക്കുമ്പോൾ സ്വർഗത്തിലെ സകല ആത്മീയ അങ്ങ് അനുഗ്രഹിച്ചിരിക്കുക. ഓൾറെഡി സ്വർഗസ്ഥലങ്ങളിലുള്ള അനുഗ്രഹം നമുക്കായി സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. സകലവും നൽകിടുവാൻ പിതാവിനു ഹിതമായി. മഹൽ സ്നേഹം പരലോക പിതാവൂതൻ മകനെ മാരിപ്പതി കുരിശിൽ കൈവെടിഞ്ഞോ. മകനെ മാരിപ്പതിനായി മകനെ കുരിശിൽ കൈവെടിഞ്ഞോ. ഉലകസ്ഥാപനത്തിൻ മുൻ ഉളവായൊരൻപാൽ തെരഞ്ഞെടുത്തവൻ. ഒന്ന് പാടിയാട്ടെ, എന്നെ മുൻപിൽ പ്രഖ്യാപിച്ചാട്ടെ. ഉലകസ്ഥാപനത്തിൻ ഉളവായൊരൻപാൽ നെഞ്ചത്ത് വെച്ച് എടുത്തവൻ നമ്മെ തിരുമുൻപിൽ വസിപ്പാൻ തെരഞ്ഞെടുത്തവൻ എന്നെ ഓ ഹല്ലേലൂയ, എന്നെ തിരുമുൻപിൽ വസിപ്പാൻ അതിക്രമമോചനമാം അനുഗ്രഹം അവനിൽ അനുഭവിക്കുന്നു നമ്മൾ. അവൻ തന്ന കൃപയാൽ അനുഭവിക്കുന്നു നമ്മൾ.
അവൻ തന്ന കൃപയാ മലിനത മാറി നമ്മൾ മഹിമയിൽ വിളങ്ങാൻ മനുവേൽ നീളം ചിന്തി നരരെ വീണ്ടെടുപ്പാ മലിനത. ഹല്ലേലൂയ. ഒന്ന് പാടി ആനന്ദിച്ച്. മഹിമയിൽ വിളങ്ങാൻ മനുവേൽ നീളം ചിന്തി ഓ മനോവേ ഉടവാതിലത് ഓ ഹല്ലേലൂയ. നീ നരരെ മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാ പിരിയാ ബന്ധമാടേതോ യോഗ. ഒന്ന് പിടിച്ചോ പ്രിയമുള്ളവരെ, കയറി പിടിച്ചോ കർത്താവിനെ. ഹല്ലേലൂയ. പിരിയ ബന്ധമാണിതോ പിരിയ ബന്ധമാണ് പിരിയ ബന്ധമാ മരണത്താൽ മറയാത്ത മഹൽ സ്നേഹ പ്രഭയാൽ പിരിതമാണിതോ യുഗകാലം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതെല്ലാം ദൈവം ചെയ്ത കാര്യങ്ങളാണ്. രണ്ട് തരം തിയോളജി ഉണ്ട്. കാൽവിനിസ്റ്റും ഉണ്ട്, അർമീനിയൻ എന്ന് പറയും. കാൽവിനിസ്റ്റ് എന്ന് പറയുമ്പോൾ ദൈവം ചെയ്ത കാര്യങ്ങൾ പറയത്തുള്ളൂ. അർമീനിയൻകാർ പറയുന്നത് നമ്മൾ ചെയ്യണമെന്നാണ് പറയുന്നത്. രണ്ട് തിയോളജിയാണ്. ഒന്ന് കാറ്റ് തിയോളജിയും ഒന്ന് മങ്കി തിയോളജിയും. പൂച്ച കുഞ്ഞിനെയും കൊണ്ട് ചാടിയാൻ പോകും. കുഞ്ഞിനൊന്നും അറിയണ്ട, കെയർഫ്രീയാണ്. പൂച്ച പോകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? കുഞ്ഞിനെ കുരങ്ങ് ചാടിയാൻ പോകും. പക്ഷേ വേണമെങ്കിൽ നീ എന്ത് ചെയ്യണം? തള്ളക്കുഞ്ഞിനെ പള്ളയ്ക്ക് അള്ളി പിടിച്ചോണം. അത് നിന്റെ ജോലിയാണ്. അത് രണ്ടും കറക്റ്റാ. ഹല്ലേലൂയ. യൂദാലേഖനം വായിക്കണം. അവൻ നമ്മൾ സൂക്ഷിച്ചിരിക്കുന്നു, പക്ഷേ നീ നിന്നെ തന്നെ സൂക്ഷിച്ചോണം. ഹല്ലേലൂയ. അതാണ് ഒരു ബാലൻസ് ഉള്ള കാര്യം. ചിലങ്ങ് കാൽവിനിസ്റ്റ് പറഞ്ഞിട്ട് ഒന്നും വേണ്ട, സ്വർഗത്തിൽ നമ്മൾ ഇരിക്കുന്നു പറയും, പക്ഷെ ഇരിക്കുന്നത് നരകത്തിലായിരിക്കും. അത് അർത്ഥമില്ല. നീ അതിന് യോഗ്യനാകണം, നീ അത് ക്വാളിഫൈ ചെയ്യണം. അതാണ് ഒന്നാം ഭാഗം ഡോക്ട്രിൻ, രണ്ടാം ഭാഗം ഹൊട്ടറ്ററി പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ നോക്കണേ, ഇവിടെ പറഞ്ഞു വന്നത്, ഇവിടെ അബ്രഹാമിനോട് ദൈവം വാക്ക് പറഞ്ഞപ്പോൾ അതിൻ്റെ 17-ാം വാക്യം വായിക്കാം. ദൈവം വാഗ്ദത്തത്തിൻ്റെ അതുകൊണ്ട് ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാലും ഉറപ്പ് കൊടുത്തു. God determining to show more abundantly to the heirs of promise the immutability of his counsel confirmed by an oath. ഇത് ആരാണോ അവകാശമാക്കേണ്ടത്? ആർക്കാണോ ഈ വാഗ്ദത്തം? അബ്രഹാമിനല്ല, അബ്രഹാമിൻ്റെ സന്തതി മുഖാന്തരം ഭൂമിയിലെ പറഞ്ഞിട്ട് ആർക്കാണ്? സകല ജാതികൾക്കുമാണ്. അപ്പോൾ ആരാണോ ഇതിൻ്റെ ഉപഭോക്താക്കൾ, ആരാണോ ഇതിൻ്റെ ഗുണഭോക്താക്കൾ, അവകാശികൾ ആരാണ്, അവർക്ക് ഈ കാര്യം എന്ത് ചെയ്യണം? ഉറപ്പാക്കണം. ഇത് പ്രാപിക്കേണ്ട ആളുകൾക്ക് ഒരു സംശയം വരാൻ പാടില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും ദൈവം? ഒരു ഓത്ത്, ഒരു ആണയിട്ട്. അതിനർത്ഥം ഇനി അതിന് മാറ്റമില്ല. അപ്പം ഒരു വാഗ്ദത്വമുണ്ട്, ഒരാണയുണ്ട്. നോക്കണേ, വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, വചനത്തിൻ്റെ മനോഹാരിത കാണണം. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ വലിയ ഭാരം ഈ ആലോചനയ്ക്ക് ഒരിക്കലും മാറ്റമില്ല. അബ്രഹാമേ, നീ എന്നെ അനുസരിച്ചത് കൊണ്ടും സ്നേഹിച്ചത് കൊണ്ടും നീ എന്നെ ഭയപ്പെട്ടത് കൊണ്ടും നീ എന്നെ വിശ്വസിച്ചത് കൊണ്ടും ഞാൻ നിന്നിലൂടെ ഞാൻ ലോകത്തെ അനുഗ്രഹിക്കാൻ പോവുക. അപ്പം നിന്റെ സന്തതിയിലൂടെ ഞാൻ ഭൂമിയെ അനുഗ്രഹിക്കാൻ പോകുന്നു. നിന്നിലൂടെ എൻ്റെ പുത്രൻ ഭൂമിയിലേക്ക് വരും, അവൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കും, അവൻ നിങ്ങൾക്ക് രക്ഷ നൽകി തരും. ആ കാര്യമാണ് ദൈവം വിളിച്ചു പറഞ്ഞത്. അപ്പം അതിന് ഒരു മാറ്റവും ഇല്ല. എത്തെല്ലാം സംഭവങ്ങൾ നടന്നാലും അതിന് മാറ്റം വരില്ല. എന്നിട്ട് അടുത്ത വാക്യം വായിക്കണേ. ഒരാണിൽ ഉറപ്പ് കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ച്, അവിടെയാണ് ശ്രദ്ധിക്കണേ, എവിടെയാണ്? അങ്ങനെ നമ്മുടെ മുമ്പിൽ. ആർക്കാണ് ഈ വാഗ്ദത്തം? ആർക്കാണ് ഈ ആണ്? നമുക്കെന്താ യോഗ്യത? എന്താ യോഗ്യത? നമ്മൾ തോമസ് വന്നതുകൊണ്ടാണോ കേരളത്തിൽ പാരമ്പര്യം ഉള്ളതുകൊണ്ടാണോ? നമ്മൾ അവിടെ നിന്ന് എന്താ റോമിൽ നിന്നുകൊണ്ടാണോ? ഒന്നുമല്ല. എന്താ യോഗ്യത? ആർക്കാണ് അനുഗ്രഹം? ജാതികൾക്ക്. നമ്മൾ ആരാണ്? ജാതികൾ. നിങ്ങൾ ജാതിയാണോ? യഹൂദനല്ലല്ലോ. ആരും എന്തായാലും യഹൂദനല്ലല്ലോ. എല്ലാ ജാതികൾക്കും ഈ വാഗ്ദത്തം ബാധകമാണ്. ആ വാഗ്ദത്തിന് മാറ്റമില്ല. തൻ്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്ന ഏവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാണ്ട് കൊണ്ട് ദൈവലോകത്തെ അത്രയ്ക്ക് സ്നേഹിച്ചു. വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അവനെ കൈക്കൊണ്ടവൻ നാം വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കൾ അതിന് അധികാരം കൊടുത്തിരിക്കുന്നു. ഇതാണ് ഗോസ്പൽ.
ഈ ഒരു ഭാരം തമ്മിൽ ഉണ്ടാകണം പ്രിയമുള്ളവരെ. കേരളത്തിലെ യുവാക്കൾക്ക് വലിയൊരു ഭാരം ഉണ്ടാകണം. ഇന്ത്യയിൽ 144 കോടി ജനങ്ങൾ, വിവിധമായ ഭാഷകൾ, വംശക്കാർ ഇന്ത്യയിൽ തിങ്ങി നിൽക്കുമ്പോൾ ഇവിടെ വായിച്ചത് ആരാണോ ഇതിൻ്റെ അവകാശികൾ? വായിച്ച് അങ്ങനെ നമ്മുടെ മുമ്പിൽ വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തൻ്റെ ആലോചന മാറാത്ത നദിയും ദൈവത്തിന് സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരാണയാലും ഉറപ്പ് കൊടുത്തു. അടുത്ത വാക്യം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവന്നു. ഈ വാക്യം എന്നെ വല്ലാതെ ചലഞ്ച് ചെയ്തു. By 2 immutable things in which it is impossible for God to lie. ദൈവത്തെ കുടുക്കിലാക്കി ദൈവം തന്നെ. എനിക്കിനിയും മറിച്ച് പറയാൻ പറ്റത്തില്ല. ഞാനിതാ ധ്യാനിക്കുന്നത്. ഇത് ആളുടെ കാര്യമൊന്നറിയാമോ? ഇത് അബ്രാമിൻ്റെ കാര്യമൊന്നുമല്ല, ആരുടെ കാര്യമാണ്? എൻ്റെ കാര്യമാണ്. എൻ്റെ ദൈവം എന്നെ അന്ന് കണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എന്നെ കണ്ടിരുന്നു. ഉലകസ്ഥാപനത്തിന് മുമ്പേ എന്നെ അവൻ കണ്ടിരുന്നു. അവൻ്റെ പേരെല്ലാം നേരത്തെ എഴുതി വെച്ചിരുന്നു. ഞാൻ ജനിക്കുമ്പോൾ തന്നെ എന്നെ തിരഞ്ഞെടുത്തിരുന്നു. കാലത്ത് സംഭവം യേശുവിനെ ദൈവം അയച്ച് രക്ഷ എനിക്ക് ഒരുക്കി വെച്ചു. ആ എനിക്കുള്ള വാഗ്ദത്വമാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം ഇനി വാക്ക് മാറുന്നില്ല. അയ്യോ, ഇതാണ് പ്രത്യാശയുടെ ധൈര്യം എന്ന് പറയുന്നത്. നമ്മൾ ആ പടി ആടി പറഞ്ഞ് പോവില്ലയോ? ഭയങ്കര വിഷമമല്ലേ പിടിക്കാനായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ആ ഇമ്മ്യൂട്ടബിൾ ആയിട്ടുള്ള അവൻ്റെ ആ പ്രോമിസ് നമ്മൾ മുറി പിടിക്കണം. അത് 2 കാര്യങ്ങളാണ്. ബൈ 2 things, ബൈ 2 immutable things. മാറിപ്പോകുന്ന 2 കാര്യങ്ങൾ. ഒന്ന് എന്താണ്? വാഗ്ദത്വവും, മറ്റൊന്ന് ആണയും. അങ്ങനെ ദൈവത്തിന് മാറിപ്പോകാത്ത, ദൈവത്തിന് ഫോഷ്ക്ക് വരാൻ കഴിയാത്തതുമായ 2 കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം. We might have a strong consolation. ഇന്ന് ഈ രാത്രിയിൽ വചനം ആഴമായി ക്രിയ ചെയ്യട്ടെ. നമ്മുടെ അന്തരാത്മാവിലേക്ക് വചനം ഇറങ്ങി ചെല്ലട്ടെ. ഹല്ലേലൂയ. ദൈവം എന്നെ മുന്നമേ കണ്ട് എനിക്കൊരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്, എനിക്ക് ഒരു ആണയിട്ടിട്ടുണ്ട്. ഞാൻ അവൻ്റെ വകയാണ്. ഇത് മാറ്റാൻ ആർക്കും കഴിയത്തില്ല. ഹല്ലേലൂയ. അവനെ എന്നെ തിരഞ്ഞെടുക്കുവാൻ തീരുമാനിച്ചതിന് ഒരു മാറ്റം വരുത്താൻ ആർക്കും കഴിയത്തില്ല. ദൈവം പോലും വാക്ക് മാറുന്നില്ല. ദൈവത്തിന് വാക്ക് മാറാൻ പറ്റത്തില്ല. അവനെ തന്നെ ഒരു ഉടമ്പടിക്ക് അടിമയാക്കി തീർത്തു. ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കണം, ദൈവമേ നീ ഇനി മാറാൻ പറ്റത്തില്ല. ദൈവം പപ്പ വരുമ്പോൾ എനിക്ക് ഒരു ലോലിപ്പപ്പ് കൊണ്ടുവരണം. എൻ്റെ കൊച്ചുമ്പ പറഞ്ഞിട്ടിരിക്കുക ഒരു ലോലിപ്പപ്പ്. അല്ലെങ്കിൽ രാവിലെ ചെന്നില്ലെങ്കിൽ എന്താ പാപ്പ കൊണ്ടുവരാൻ തോന്നിയും. അവന് 6 വയസ്സേ ഉള്ളൂ. അല്ലെങ്കിൽ അവനെന്നെ കുടുക്കിയിരിക്കുക. ഇനിയിപ്പോൾ രാത്രി എവിടെ കിട്ടും ലോലിപ്പപ്പ്? എനിക്ക് വാങ്ങാൻ പറ്റിയില്ല. സംഘടിപ്പിക്കണം. ഞാൻ കുടുങ്ങിപ്പോയി. രാവിലെ ഓടി വരും, എന്ത് ചെയ്യാ പാപ്പ ലോലിപ്പപ്പ്? ഇതുപോലെ നമ്മുടെ ദൈവം തന്നെ കുടുക്കി വെച്ചിരിക്കുക. ഹല്ലേലൂയ. അവന് വാക്ക് മാറാൻ പറ്റത്തില്ല. നീ ദൈവത്തെ ഒന്ന് അറിയണം സഹോദര സഹോദരി. ഹല്ലേലൂയ. അവരുടെ സ്നേഹത്തിന് അതിരില്ല. അതിന് നീളവും വീതിയും ഉയരവും ആഴവും നീ അറിയണം. ഹല്ലേലൂയ. വാക്തത്വവും ആണയുണ്ട്. ചുമ്മാ റാൻഡം പറഞ്ഞതല്ല. അവൻ കൃത്യമായി പറഞ്ഞു, ഞാൻ മാറത്തില്ല. യഹോവയാ ഞാൻ വാക്ക് മാറാത്തവനാ. എന്നിട്ട് 2 കാര്യങ്ങളാൽ ശക്തിയുള്ളൊരു പ്രബോധനം. ആർക്കാണിത്? ശരണത്തിന് വേണ്ടി ഓടി വന്നവർക്ക്. Who have fled for refuge to lay hold of the hope set before us. നമ്മുടെ മുന്നിൽ ഈ പ്രത്യാശയ്ക്ക് വേണ്ടി ഓടി വന്നവരാ. ഇതാ ശരിയായ സുവിശേഷം. നമ്മൾ ഇനി അടുത്ത വാക്യം വായിക്കും. ഞാൻ നോക്കാം അടുത്ത വാക്യം. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം. This hope we have as an anchor of the soul, both sure and steadfast, and which endures the presence behind the wheel. അത് നിശ്ചയം. ഇല്ലേ, കപ്പലിലെ അങ്ങ് ഉൾക്കടലിൽ പോകുമ്പോൾ അല്ലെങ്കിൽ കരക്കെടുക്കുമ്പോഴൊക്കെ കപ്പലിനെ ഉറപ്പിച്ചിരുന്നത് എന്താ? നമുക്ക് ഒരു ആങ്കറാണ്. അപ്പം ഞാൻ ഒരിക്കൽ ഈ കൊച്ചിയിൽ നിന്ന് നമ്മുടെ ലക്ഷദ്വീപിലെ കപ്പലിൽ കയറി പോയായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ കറങ്ങിയിട്ട് തിരിച്ചു. എൻ്റെ ഫ്രണ്ടായിരുന്നു എൻ്റെ ചീഫ് എഞ്ചിനീയർ. അപ്പോൾ അതിനെ കൊണ്ടുപോയെല്ലാം കാണിച്ചു. അപ്പോൾ കരക്കെടുക്കുമ്പോഴേക്ക് ഈ ആങ്കർ അങ്ങ് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പക്ഷേ എന്ത് ചെയ്യില്ല, കപ്പലൊന്നും പോകില്ല. അവരിങ്ങനെ ആങ്കറിട്ട് നോക്കും, എവിടെയെങ്കിലും അത് ഉറയ്ക്കും, നങ്കൂരം വിട്ട് ഉറയ്ക്കും. പിന്നെ അപ്പോഴും ആടി വരെയൊന്നുണ്ടായിരിക്കാം, പക്ഷേ നല്ല ഉറപ്പാണ്. അവരിറങ്ങി അങ്ങ് പോകും. ഞങ്ങൾ എല്ലാ ദ്വീപിലും പോയി എല്ലാം ഇറങ്ങി അങ്ങ് പോയി. കപ്പലോട് കിടപ്പുണ്ട്. നമുക്ക് തോന്നി ഇത് ഓടി ഇളകി അങ്ങ് പോയില്ല. എന്തുണ്ട്? കാണപ്പെടാത്ത ഒരു നങ്കൂരം അടിയിലുണ്ട്. ഈ പ്രത്യാശ നമ്മുടെ ആത്മാവിൻ്റെ ഒരു നങ്കൂരമാണ്. ഓഹോടാവാ. ഇന്ന് രാത്രി നമ്മുടെ വിശ്വാസം വളരട്ടെ, ശൈശവാവസ്ഥ മാറട്ടെ. വിശ്വാസം കാണാത്തതിൻ്റെ ആശയ്ക്ക് ഉറപ്പ് കാണാത്ത നിശ്ചയമാണ്. വിശ്വാസം കേവലം കാണുന്നതല്ല, കാണുന്ന പ്രത്യാശ എല്ലാം പറയുമ്പോൾ ഇന്ന് രാത്രി ഒന്ന് ഉറയ്ക്കണം. ഈ ഭൂമി അങ്ങ് മാറിപ്പോയാലും ആകാശം നീങ്ങിപ്പോയാലും ദൈവം മാറുന്നവനല്ല. അല്ലെ പർവ്വത ഇളകി മറിഞ്ഞ് സമുദ്രം വീണാലും അത് ഇരച്ച് കലങ്ങിയാലും നാം ഭയപ്പെടുന്നില്ല. നമ്മുടെ ദൈവം നമ്മുടെ കൂടെയുണ്ട്. ധൈര്യപ്പെട്ടേ പറയുന്നവരെ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ?
നിന്റെ വിശ്വാസ പടക് ഈ ലോകസാഗരത്തിൽ കാറ്റടിച്ച് ആടി ഉലയുമ്പോൾ നീ പേടിക്കരുത്, മുങ്ങത്തില്ല. കാരണം നീ അറിയാത്ത അദൃശ്യമായ 2 വടങ്ങളാൽ ഈ പ്രത്യാശ നങ്കൂരം അങ്ങ് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട്. ആ നങ്കൂരം എവിടെയെന്നറിയാം? തിരശ്ശീലയ്ക്ക് അപ്പുറത്ത്. ആരാണ് ആ നങ്കൂരം? നമ്മുടെ കർത്താവ് അവിടെ ഇരിപ്പുണ്ട്. ഹല്ലേലൂയ. വെറും ഈയക്കട്ടയല്ല, നമ്മുടെ ഉയർത്തതിൻ്റെ കർത്താവ് തിരശ്ശീലയ്ക്ക് അപ്പുറത്തിരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാണ്ടിരിക്കുക. നിങ്ങളൊന്നും കത്തുന്നില്ലേ? ഹല്ലേലൂയ. നീ ഈ ഭൂമി ജീവിക്കുമ്പോൾ നീ അറിയുന്നില്ല. നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ ഒന്നും നിന്നെ അലട്ടിക്കൊണ്ടൊന്നും പേടിക്കേണ്ട കാര്യമില്ല. ഇതിനപ്പുറത്ത് 2 ഇരുമ്പ് വടങ്ങളാൽ നിന്റെ പ്രത്യാശ ഉറപ്പിച്ചു വെച്ചിരിക്കുക. മനസ്സിലാവുന്നില്ലേ? കപ്പലിൻ്റെ നങ്കൂരം പോലെ ആഴിയുടെ ആഴങ്ങളിൽ ഉറച്ചിരിക്കുന്ന നങ്കൂരത്തിൻ്റെ ആ പിടി കൊണ്ട് ആ 2 വടങ്ങളാൽ ആ കപ്പൽ ഉലയാത്തതുപോലെ നമ്മുടെ കർത്താവാകുന്ന നങ്കൂരം തിരശ്ശീലയ്ക്ക് അപ്പുറത്ത് നമുക്ക് വേണ്ടി മുൻകൂട്ടി പ്രവേശിച്ചിരിക്കുക. ആ വാക്യം ഒന്ന് വായിച്ച്, ആ വാക്യം വായിച്ച്. ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരമാണ്. അത് നിശ്ചയവും സ്ഥിരവും തിരശ്ശീലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. It is both sure and steadfast and which endures the presence behind the veil. അപ്പോൾ നമുക്ക് പേടിക്കാനൊന്നുമില്ല. നമ്മൾ ശരണത്തിന് വേണ്ടി ഓടി വന്നവരാ, റെഫ്യൂജിയായിട്ട് വന്നവരാ. അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് വേണ്ടി അവിടെ ഉറപ്പായിരിക്കുന്ന ഒരു നങ്കൂരമുണ്ട്. അത് തിരിച്ച് അപ്പുറത്താണ്. നമ്മുടെ പ്രാർത്ഥനയുടെ തല ഒന്ന് ഉയരണം. ഇന്ന് കാണുന്ന പ്രാർത്ഥന ലെവൽ പോരാ. ഇന്നത്തെ ഇന്ത്യയിലെ പ്രാർത്ഥന ഒരു ലെവലപ്പുറം പോകുന്നില്ല. പ്രേജേണിയുണ്ട്, പ്രാർത്ഥനയുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉപരിയായിട്ട് ആഴമേറിയ വിശ്വാസം ഇല്ലേ? എന്തെല്ലാം സംഭവിച്ചാലും ഒന്നും പഠിക്കാനില്ല. എൻ്റെ കർത്താവാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഒന്ന് സ്തോത്രം ചെയ്ത് ജാഗരിക്കാമോ? ഓ ഹല്ലേലൂയ. വചനത്തിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് ധൈര്യം കിട്ടുന്നത്. എത്ര ആഴത്തിൽ പോയാലും നമ്മുടെ ആങ്കർ അവിടെയാണ്. അവിടെ കർത്താവ് പിടിക്കുന്നുണ്ട്. അവൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. നമ്മളവരെ അവനറിയാവോ സംഭവിക്കും? പള്ളി ശിഷ്യന്മാരെ പറഞ്ഞു വെച്ചു അക്കരയ്ക്ക് പോകാനായിട്ട്. അവിടെ മിടുക്കന്മാരായ ഗില്ലക്കടലിലെ അവർ ഉസ്താദുമാരാ. അവർക്കില്ലാത്ത ഒരു കാര്യം. പക്ഷേ തണ്ട് വലിച്ച് 1 യാമം 2 യാമം 3 യാമം മുങ്ങിപ്പോകത്തേ ഉള്ളൂ. കറക്റ്റായപ്പോഴേക്ക് ആ തിരുമേടെ മീതക്കുള്ളത് അവർക്ക് കടന്നു വരുന്നു. ഭൂതം വരുന്നു. നമ്മുടെ അവസാനമായി കടൽ ഭൂതം നമ്മളെ കൊണ്ടുപോകാൻ പോവാണ്. ഭയപ്പെടേണ്ട, ഞാനാകുന്നു, പേടിക്കേണ്ട. അവനകത്ത് വന്നു, അവൻ കണ്ടുകൊണ്ടിരിക്കുക. അവൻ മലയിലിരിപ്പുണ്ട്. നമ്മുടെ ജീവിത പടകാടിയുമ്പോൾ അവൻ നമ്മളെ വീട്ടിൽ മാറുന്നവനല്ല. പ്രിയമുള്ളവരെ, ഒന്ന് സ്തോത്രം ജാഗരിക്കുമോ? തീച്ചുളയെ വീഴുമ്പോൾ അവൻ അടങ്ങിയിരിക്കില്ല. അത് ഇറങ്ങി വന്ന കർത്താവാണ്. സിംഹഗുഹയിൽ വീഴുമ്പോൾ മുന്നമേ വന്ന് അതിനെ വായടയ്ക്കുന്ന കർത്താവ് നമ്മുടെ കർത്താവ്. ചെങ്കൽക്കര വരുമ്പോൾ അടിയിലവൻ പാത കാണുന്ന കർത്താവാണ്. ഓ യോർദാൻ കര കവിഞ്ഞൊഴുകുമ്പോൾ അതിനെ നിർത്തുവാൻ അവൻ കരുത്തനായവനാണ്. അസിറിയൻ സൈന്യത്തെ ഒറ്റ ദൂതനയച്ച് ശവങ്ങളാക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നീ ധൈര്യപ്പെടുന്നു. രാത്രി ശക്തിപ്പെട്ടാണ്. ഹല്ലേലൂയ. ഒന്ന് ധൈര്യപ്പെട്ടാണ്. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ഇവിടെ ഉള്ളത് കൊണ്ട് പേടിപ്പാനൊന്നുമില്ല. എൻ്റെ നങ്കൂരം സ്ഥിരവും നിശ്ചയമാണ്. ആ തിരശ്ശീലയ്ക്ക് അവിടെ നമ്മുടെ കർത്താവ് എന്ന മഹാപുരോഹിതൻ ആരാണ്? അവിടേക്ക് യേശു മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും മഹാപുരോഹിതനായി മുമ്പ് കൂട്ടി. അബ്രഹാം വാഗ്ദത്തം കിട്ടിയവനാണ്. അവനെ സംബന്ധിച്ച് അവൻ ആരുമില്ല. ദൈവം പറഞ്ഞോളൂ, തലപൊക്കി നോക്കിക്കോ, നിനക്ക് കാണുന്നതെല്ലാം തരാം, ചവിട്ടിക്കോ തരാമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നും കിട്ടിയില്ല. സ്തേഫാനോസ് പറയുന്നുണ്ട്, അവനൊരു കാരണ്ടി സ്ഥലം പോലും കിട്ടിയില്ല. ആകെ ഉണ്ടായിരുന്ന ഒരു കല്ലറ മാത്രം. ഭാര്യ അടക്കാൻ നേരം ചോദിച്ചപ്പം അവർ കൊടുക്കാൻ പറഞ്ഞു. പക്ഷേ കൂലി പൈസയ്ക്ക് വാങ്ങത്തുള്ളൂ. അങ്ങനെ ഒരു കല്ലറ മാത്രമേ ഉള്ളൂ. അപ്പം പാർക്കുന്ന എവിടെയാണ്? മമ്മറയുടെ എസ്റ്റേറ്റ് ഓഫ് മമ്മറെ. അത് ലീസാണോ വാടകയ്ക്കൊന്നുമില്ല, പൈസ ഒന്നും കൊടുത്തില്ല, ഫ്രീ ആയിട്ട് താമസിക്കുക. ഒരു തോട്ടത്തിൽ പാർക്ക് ചെയ്യണം. അവിടെയാണ് ദൈവം ഇറങ്ങി വന്നത്. അതാണ് ഹെബ്രോൻ അല്ലേ? ദൈവത്തിൻ്റെ കൂട്ടായ്മ അവിടെയായിരുന്നു. അങ്ങനെ അവിടെ പാർത്ത അബ്രഹാം ഓർക്കണം, തൻ്റെ സഹോദരപുത്രനായിട്ട് തന്നെ വിട്ട് മാറിപ്പോയ ജഡികനായ ലോകത്ത് പോയ സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായി. 13 വർഷം അവരെല്ലാം കൂടെ ഒരു സൈന്യത്തിനെതിരെ മത്സരിച്ച് പരാജയപ്പെട്ടു. 14-ാം വർഷത്തിൽ യുദ്ധമുണ്ടായി. അങ്ങനെ ഈ സ്വതമടങ്ങുന്ന ആ 5 രാജാക്കന്മാരെ 4 രാജാക്കന്മാർ തോൽപ്പിച്ചു. ഇപ്പോൾ കരുത്തരായ 5 രാജാക്കന്മാരെ 4 രാജാക്കന്മാർ തോൽപ്പിച്ചു. ഇതറിഞ്ഞിട്ട് അപ്പോൾ ആ കൂടുതൽ ആരെ കൂടെ കൊണ്ടുപോയി? ലോകത്തിനെയും കുടുംബത്തെ കൊണ്ടുപോയി. ഇതറിഞ്ഞപ്പോൾ അബ്രഹാം പറഞ്ഞു, റെഡി ആയിക്കോ. 318 നല്ല മിടുക്കന്മാർ ചെറുപ്പക്കാർ. സൈന്യം ഒന്നും അവനില്ലെങ്കിലും, അവൻ പരദേശിയാണെങ്കിലും, അവൻ പരദേശത്ത് പറക്കുന്നെങ്കിലും, മമ്മറയുടെ തോപ്പിൽ പറക്കുന്നെങ്കിലും 318 അഭ്യാസങ്ങളും കൊണ്ട് അവൻ പോയി എന്ത് ചെയ്തു? ഈ 5 രാജാക്കന്മാർ തോൽപ്പിച്ച 4 രാജാക്കന്മാരെ അവൻ കീഴടക്കി. എല്ലാവരും മടക്കി കൊണ്ടുവന്നു. അവൻ കൊള്ള കൊണ്ടുവരിക. അപ്പം നമുക്കറിയാം, ആ സമയത്ത് ആര് വരുന്നു? മൽക്കീസേദെക്ക്. അവൻ പറഞ്ഞു, അത്യുന്നതനായ ദൈവത്താൽ നീ പുരോഹിതനായിരുന്നു. അനുഗ്രഹിച്ചു. അപ്പം നോക്കണേ, ദൈവത്തിന് വേണ്ടി വീരകൃത്യം ചെയ്യാനായിട്ട് പോയി വിശ്വാസ വീരനെ അബ്രഹാമിന്റെ ആ യുദ്ധത്തിൽ വിജയിച്ചു വരുമ്പോൾ ഈ മൽക്കീസേദെക്ക് അവൻ എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. ക്ഷീണിച്ചു വന്ന് അവൻ എന്ത് ചെയ്തു? അപ്പവും വീഞ്ഞും കൊടുത്തു. അബ്രഹാം അവന് സകലത്തിലും
ദശാംശം കൊടുത്തു. അബ്രഹാമിന്റെ കൊച്ചുമോനായ ലേവിയാണ് ദശാംശം വാങ്ങുന്ന പുരോഹിതൻ. അപ്പം അബ്രഹാം അവന് ദശാംശം കൊടുത്തു. ഇത് പറയുന്നുണ്ട്, അത് വ്യാഖ്യാനിക്കുന്നില്ല. 7-ാമത്തേത് പറയുന്നുണ്ട്, അന്ന് ലേവി അവൻ്റെ കളിപ്രദേശം ഉണ്ടായിരുന്നു. അവൻ്റെ തലമുറയെ വരേണ്ട ലേവി പൗരോഹിത്യത്തിൻ്റെ ഒക്കെ തലവട്ടപ്പുറമായിരിക്കുന്ന അവൻ ദശാംശം കൊടുത്തു. അപ്പോൾ ഇവരത്ര മഹാൻ നോക്കുവിൻ. ഹല്ലേലൂയ. അപ്പോൾ മൽക്കിസദേക്ക് അബ്രഹാമിനെ അനുഗ്രഹിച്ച, അബ്രഹാമിൽ നിന്ന് ദശാംശം വാങ്ങിച്ച, അബ്രഹാമിന് വേണ്ടി യുദ്ധം ചെയ്യുമ്പോൾ അവനെ വ്യത്യസ്ത കാണിച്ച മഹാപുരോഹിതനാണ്. അവന് പ്രത്യേകതയുണ്ട്. നോക്കാം, അതിൻ്റെ 4-ാമത്തെ വാക്യം വായിച്ച് 7:4. എബ്രായ ലേഖനം 7:4. ഇവൻ എത്ര മഹാൻ എന്ന് നോക്കുക. ഗോത്രപിതാവായ അബ്രഹാം കൂടെ. Consider how great this man was, to whom even the patriarch Abraham gave a tenth of the spoil. സാധനങ്ങൾ 10-1 കൊടുത്തുവല്ലോ. ലേവി പുത്രന്മാരിൽ പൗരോഹിത്യം ലഭിക്കുന്നവർക്ക് ന്യായപ്രമാണ പ്രകാരം ജനത്തോട് ദശാംശം വാങ്ങുവാൻ കൽപ്പനയുണ്ട്. അത് നമുക്ക് ഇനി ചിന്തിക്കണ്ട. ഇവന് വാസ്തവത്തിൽ ആരായിരുന്നു? ശാലേമിലെ രാജാവും അത് ഉൽപ്പത്തിയിലുള്ളെന്ന് തോന്നുന്നു അല്ലേ? He was the king of Salem and the high priest of the most high God. അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനും ശാലേമിലെ രാജാവും. അവൻ രാജാവും പുരോഹിതനും. അതാരാ? നമ്മുടെ കർത്താവല്ലാതെ മറ്റാരാ ഉള്ളത്? ഹല്ലേലൂയ. അവനാണ് രാജാവും പുരോഹിതനും. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രതിനിധിയായിരുന്നു മൽക്കിസദേക്ക്. മറ്റൊരു കാര്യം, ഇവന് അപ്പന ആരെന്ന് പറഞ്ഞിട്ടില്ല, അവൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടില്ല. അവൻ ദൈവതുല്യനായിട്ട് എന്നേക്കും ഇരിക്കുന്ന യേശുവിൻ്റെ ഒരു നിഴലായിരുന്നു, ഒരു പ്രോട്ടോടൈപ്പായിരുന്നു. അപ്പോൾ ഇവിടെ എഴുത്തുകാരൻ പറയുന്നത്, നമ്മളെ പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ വന്നിരിക്കുന്ന നമുക്ക് ഒരിക്കലും മാറിപ്പോകാത്ത ഉറപ്പുള്ള ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ എന്ന് പറയുന്ന ഒരു നങ്കൂരമാണ്. അത് ഉറപ്പുള്ളതാണ്. അത് എവിടെയാ? തിരശ്ശീലയ്ക്ക് അവിടെ ആരുണ്ട് നമുക്ക് വേണ്ടി? യേശു. എങ്ങനെയുണ്ട്? മൽക്കീസദേക്കിന്റെ അത് അഹരോന്റെ പൗരോഹിത്യമല്ല, കർമാചാരങ്ങളാൽ നിബിഡമായിരിക്കുന്ന, യാഗം അർപ്പിച്ചും നേർച്ച കഴിച്ചും പ്രമാണം പാലിച്ചുമുള്ള ഒരു മതമല്ലത്. അതിനൊക്കെ അപ്പുറമായിട്ട് ദൈവത്തിൻ്റെ പ്രത്യേക കൃപ അനുസരിച്ച് ഒരുക്കുന്ന ഒരു മഹാപൗരോഹിത്യമാണിത്. നമുക്ക് സ്തോത്രം ചെയ്യാം. മതത്തിൻ്റെ കെട്ടിക്കിടന്ന് നട്ടം തിരിഞ്ഞ് നമ്മളെയൊക്കെ കർത്താവ് വിടുവിച്ചു കൊണ്ടുവന്ന് ഈ ഫീൽഡിൽ കൊണ്ടുവന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഒരു പ്രമാണം കൊണ്ടല്ല, സൗജന്യമായ രക്ഷയാണ് നമ്മളിവിടെ. നമ്മുടെ മഹാപുരോഹിതൻ നോക്കുക, നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നവനാണ്. യേശു നമ്മുടെ മഹാപുരോഹിതനാണ്. 7-ലേക്ക് വരാം. അങ്ങനെ ഈ മൽക്കീസദേക്കിന് കർമ്മപ്രകാരമുള്ള യേശു ക്രിസ്തുവിനെ ദൈവം നമുക്ക് വേണ്ടി അവിടെ നിർത്തിയിട്ടുണ്ട്. നങ്കൂരം കടലിൻ്റെ അടിയിൽ അജ്ഞാത മത്സരം തുറയ്ക്കുന്ന പോലെ പ്രത്യാശ ഉറപ്പിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവിനെ ദൈവം സ്വർഗ്ഗത്തിൽ ഇരുത്തിയിരിക്കുക. അതുകൊണ്ട് കൺസിഡർ ഹിം, അവനെ ശ്രദ്ധിച്ച് നോക്കണം. പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ അവനെ കാണണം. എൻ്റെ യേശു അതിനപ്പുറത്തുണ്ട്. അവനെ ഒരിക്കലും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ല. എന്നിട്ട് വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. നോക്കണേ, 7-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അവർ ആണ കൂടാതെ പുരോഹിതന്മാരായി തീർന്നു. പഴയ നിയമത്തിലെ പുരോഹിതന്മാർക്ക് ആണിയിട്ടൊന്നുമില്ല, കാരണം അവർ മരിച്ചു പോകുന്നില്ല. അഹരോൻ, എലയാസാർ, ഫീനഹാസ് ഇങ്ങനെ പോകും, മരിക്കുമ്പോൾ അടുത്ത ആൾ വരും. പക്ഷേ ഇവനോ നീ എന്നേക്കും പുരോഹിതനെന്ന് കർത്താവ് സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല എന്ന് തന്നോട് അരുളി ചെയ്തവനിട്ട ആണയോട് കൂടെ. ശ്രദ്ധിക്കട്ടെ, ഇവിടെ മനോഹരമായിരിക്കുന്ന ഒത്തിരി ടിപ്പുകൾ നമുക്ക് കിട്ടുന്നുണ്ട്, ഒത്തിരി അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ മഹാപുരോഹിതൻ മൽക്കീസദേക്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മൾ 110 സംഘത്തിൽ വായിക്കുന്നു, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക അരുളി ചെയ്തു. എങ്ങനെ? മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ. വേണേ വാക്യം ഒന്ന് വായിച്ചോ, 110 സങ്കീർത്തനം. അതിനകത്ത് 2 പോയിന്റ് നമുക്ക് ലഭിക്കും: യേശുവിൻ്റെ രാജ്യത്വവും യേശുവിൻ്റെ മഹാപൗരോഹിത്യവും. ശ്രദ്ധിക്കണം, നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ആത്മീയവർത്തനം ഉണ്ടാകും. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക. അപ്പൊ അബ്രഹാമിനെതിരെ നിൽക്കുന്ന 4 ശക്തികൾ, 5 രാജ്യം തോൽപ്പിച്ച ശക്തികൾ, ഞാനിങ്ങനെ വ്യാഖ്യാനിക്കുക, 5 ഭൂഖണ്ഡങ്ങളുള്ള ഈ ഭൂമിയെ മുഴുവനും അടക്കി വാഴുന്ന 4 ശക്തികൾ, പൈശാചിക സാമ്രാജ്യങ്ങൾ, ഭൂമിയിലെ സർവ്വ മാനവരാശിയും 5 ഭൂഖണ്ഡങ്ങൾ പറഞ്ഞുകൊടുക്കുന്ന മാനവരാശിയെ അടിപ്പെടുത്തി തകർത്ത് ബന്ധിച്ചിരിക്കുന്ന 4 ശക്തികൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, അന്ധകാര ലോകാധിപതികൾ. എന്നാൽ അവയെ തോൽപ്പിക്കുവാൻ കഴിയുന്നൊരു നല്ല മൽക്കീസദേക്ക്. ഹല്ലേലൂയ. ദൈവങ്ങളെ ഇവിടെ വായിക്കുന്നത്, നീ എൻ്റെ വലത്ത് ഭാഗത്തിരിക്കുക, ബലമുള്ള ചെങ്കോൽ ഹോസിയോൾ നീട്ടും, നീ ശത്രുമധ്യേ വാഴുക. അപ്പം ഈ യേശുക്രിസ്തു രാജാവായി വാഴുകയാണ്. അതേസമയം പിന്നെ വായിക്കാം, നിന്റെ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കും. യുദ്ധമാണ്. ഈ സേനാ ദിവസത്തിൽ നിന്റെ ജനം നിനക്ക് സ്വമേധാദാനമായിരിക്കുന്നു. വിശുദ്ധ വസ്ത്ര അലങ്കാരത്തോടു കൂടെ ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് യുവാക്കളായ മഞ്ഞ് നിനക്ക് വരുന്നു. ഒന്ന് ഡിസ്പ്ലേ ചെയ്യൂ ആ വാക്യം, 110-ന്റെ 3. നിന്റെ Your people shall be volunteers in the day of your power.
in the beauties of holiness from the womb of the morning. You have the dew of your youth. ഈ ചർച്ചിലെ യൂത്തിനുള്ള സന്ദേശമാണിത്. ദിസ് ഇസ് ദ ഡേ ഓഫ് വാർ. നമ്മുടെ കർത്താവ് ശത്രുവിനെ കാൽക്കിടക്കുന്ന സമയങ്ങളാണിത്. ഇന്ത്യ രാജ്യത്ത് കുടികൊണ്ടിരിക്കുന്ന ഇരിക്കുന്ന പൈശാചിക സഹസ്രങ്ങളെ അടിച്ചമർത്തുവാനുള്ള കർത്താവിൻ്റെ വലിയ ദൗത്യത്തിൽ നമ്മളിന്ന് ഓൾഡേഴ്സ് നിൽക്കുകയാണ്. ഹല്ലേലൂയ. നാം യോദ്ധാക്കളാണ്. മഞ്ഞുപോലെ. ഹല്ലേലൂയ. എൻ്റെ ആഗ്രഹം ഇന്ത്യയിൽ അനേക യുവാക്കൾ എഴുന്നേറ്റ് വരട്ടെ. അപ്പം നമ്മുടെ കർത്താവിൻ്റെ യുദ്ധത്തിൽ സുശേഷികളെന്ന് പറയുന്നത് ഈ മഹാദൗത്യത്തിൽ നമ്മളെല്ലാം ആരാണ്? സ്വമേധാദാനമായി. പോൾ ജോൺ അല്ലേ എന്നെ വണ്ടി കൊണ്ടുവന്ന് നീ പോനെ? ആ ഓക്കെ. അപ്പോൾ ഞാനൊരു എഞ്ചിനീയറാണ്, പക്ഷേ എനിക്ക് ദൈവം എൻ്റെ വിളി ഉണ്ടായെന്ന് പറഞ്ഞു. ഇപ്പോൾ ദൈവം സ്വമേധാദാനമായിട്ട് വിളിക്കുന്ന അനേകർ എങ്ങനെയാണ്? ദൈവത്തിന് വേണ്ടി അവർ സ്വമേധാദാനമായി വോളണ്ടിയർ ഇരിക്കുക. ഇവിടെ വായിക്കുന്നത് യുവർ പീപ്പിൾ ഷാൽ ബി വോളണ്ടിയേഴ്സ് ഇൻ ദ ഡേ ഓഫ് യുവർ പവർ. ഈ കർത്താവിൻ്റെ ഡേ ഓഫ് വാർ, ഈ യുദ്ധ ദിവസം നമ്മൾ സ്വമേധ വോളണ്ടിയേഴ്സാണ്. ഇസ്രായേൽ മക്കൾക്ക് ഒരു പ്രമാണമുണ്ട്, യുദ്ധം വരുമ്പോൾ എല്ലാവരും യുദ്ധത്തിൽ പോകണം, സ്ത്രീകളും പോകണം. വോളണ്ടറി സർവീസാണ്. നോക്കുക. എന്നിട്ട് ഇൻ ദി ബ്യൂട്ടീസ് ഓഫ് ഹോളിനെസ്, വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ. നമ്മുടെ ആയുധങ്ങൾ ജടിയങ്ങളല്ല, നമ്മുടെ ബുദ്ധി ശക്തി ജ്ഞാനമൊന്നുമല്ല, വിശുദ്ധിയുടെ അലങ്കാരമാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ? ഫിനെഹാസ് മോവാബിനെ തോൽപ്പിക്കാൻ പോകുമ്പോൾ അവൻ്റെ കയ്യിലൊന്നുമില്ല, ആരാധന മാത്രം. യഹോശാഫാത്ത് യുദ്ധം ചെയ്യും 3 രാജ്യം എന്ന് ആക്രമിക്കാൻ എന്ത് ചെയ്തു? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, നല്ലവനല്ലോ എന്ന് പറഞ്ഞ് ആരാധിച്ചപ്പോൾ ശത്രുക്കൾ ശവങ്ങളായി മാറി. ഓ ഹല്ലേലൂയ. വിശുദ്ധ വസ്ത്രാലങ്കാരത്തോടെ നാം ആരാധിക്കുമ്പോൾ ശത്രുക്കൾ തലടിയാകും. ഹല്ലേലൂയ. ഇതാ നോക്കുന്നത്. ഇതാ യുവർ പീപ്പിൾ ഷാൽ ബി വോളണ്ടിയേഴ്സ് ഇൻ ദ ഡേ ഓഫ് യുവർ പവർ ഇൻ ദ ബ്യൂട്ടീസ് ഓഫ് ഹോളിനെസ് ഫ്രം ദ വൂം ഓഫ് ദ മോർണിംഗ്. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞുപോലെ. യു ഹാവ് ദ ഡ്യൂ ഓഫ് യുവർ യൂത്ത്. മഞ്ഞുപോലെ പരിശുദ്ധിയുള്ള ചെറുപ്പക്കാർ എഴുന്നേൽക്കട്ടെ. ഞാനത് കാണുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അനേക ചെറുപ്പക്കാരെ വേലയ്ക്ക് ഇറങ്ങിയിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. സ്റ്റാലിലേക്ക് പാടി സന്തോഷിക്കുകയായിരുന്നു. നോക്കുക, ആത്മാവ് നിറഞ്ഞുള്ള പാട്ടുകൾ എത്ര മനോഹരം. നോക്കുക. ഹല്ലേലൂയ. നമുക്ക് നമസ്തപ്പെടുത്താം. കർത്താവിൻ്റെ ഈ പോർക്കടത്താൻ ഇറങ്ങി വരട്ടെ, അണിചേരട്ടെ, പൊരുതട്ടെ, കർത്താവ് യുദ്ധം ചെയ്യട്ടെ. ഹല്ലേലൂയ. അപ്പം അവനെ ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ചെങ്കോൽ പിടിച്ചിരിക്കുക. അവൻ വാഴോണ്ടിരിക്കുക. ശത്രുക്കളിങ്ങനെ പാതകളാക്കിക്കൊണ്ടിരിക്കുക. നേപ്പാൾ ഒരു ഹിന്ദു രാഷ്ട്രമായിരുന്നു, ഇന്നത് കർത്താവിൻ്റെ വകയായിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ വലിയ മാറ്റം സംഭവിച്ചിരിക്കുക. ആഫ്രിക്ക വിശ്വാസികളുടെ വലിയ പ്രളയമാണ് അവിടെ. വടക്കേന്ത്യയിലെ പഞ്ചാബ് സാക്ഷരത ആയിക്കഴിഞ്ഞു. യു-പിയിൽ ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൽ നടന്നുകൊണ്ടിരിക്കുക. ചൈന ലോകത്തെ ഏറ്റവും വലിയ അണ്ടർഗ്രൗണ്ട് ചർച്ച്, ദ ലാർജസ്റ്റ് ഗ്രോയിങ് ചർച്ച് ഇൻ ദ വേൾഡ് ഇസ് ചൈന. ഹല്ലേലൂയ. അറിയാമോ? പുറമേയൊക്കെ പ്രശ്നമാണെങ്കിൽ ഈ ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്നത് ചൈനയിലാണ്. ദൈവമില്ലെന്ന് പറയുന്ന നാട്ടിലാണ് കോടിക്കണക്കിന് ബൈബിൾ പ്രിൻ്റ് ചെയ്യുന്ന പ്രജ്ഞി പ്രസവമുള്ളത് ബൈബിൾ സൊസൈറ്റിയുടെ. ഹല്ലേലൂയ. ദൈവത്ര വരി നോക്കുക. ജക്കാർത്തയിലാണ് ഏറ്റവും വലിയ പ്രയർ ടവർ ഉള്ളത്. ഇസ്ലാമിക രാജ്യമാണ് അവിടെ. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ല. ഓ ഹല്ലേലൂയ. അവൻ വീരനായ ഹോവയാണ്, അവൻ ബലവാനായ ഹോവയാണ്. നമുക്ക് അവൻ്റെ കൂടെ പണചേരാൻ പ്രിയമുള്ളവരെ. ഇവിടെ വായിക്കുന്നത് അതേസമയം തന്നെ അവൻ ആരാണ്? നീ മൽക്കീസേദെക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു മഹാപുരോഹിതനെന്ന് ഞാൻ വായിച്ച 110 മൽക്കീസേദെക്കിന്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു, അനുതപിക്കുകയുമില്ല. നിന്റെ മതി. അപ്പം നമ്മുടെ കർത്താവ് ഡബിൾ ഓഫീസാണ്. ഒന്ന്, ശത്രുക്കൾ മുമ്പിൽ അവൻ ആരാ? ചെങ്കോൽ പിടിച്ച എല്ലാം അവൻ്റെ കർക്കീടാവും. നമുക്കവൻ ആരാ? നല്ലൊരു മഹാപുരോഹിതൻ. ഹല്ലേലൂയ. മനസ്സിലാകുന്നുണ്ടോ? ശത്രുക്കളുടെ മുമ്പിൽ അവൻ ഒരിക്കലും പരാജയപ്പെടാത്ത അജയ്യനായിരിക്കുന്ന ഔലിയ ശക്തനായ രാജാവായിരിക്കുമ്പോൾ, ശത്രുക്കളെ മുഴുവൻ പാതമാക്കിയിരിക്കുമ്പോൾ നമുക്കവൻ അടുത്ത് ചെല്ലുമ്പോൾ കരുണയും കൃപയും നൽകുന്ന നല്ലൊരു മഹാപുരോഹിതനാണ്. നിന്റെ ബലഹീനതകളിൽ സഹതാപം, ബലഹീനെ സഹായിക്കുന്ന മഹാപുരുഷൻ, കരുത്തനായ ശത്രുവിനെ തകർക്കുന്നവൻ. 2 വശമാണുള്ളത്. ഒന്നോർത്ത് നോക്കിയേ. നിനക്കെതിരെ വരുന്ന കരുത്തനായ ശത്രുവിനെ തകർക്കാൻ കഴിവുള്ള രാജാവായിരിക്കുമ്പോൾ തന്നെ നിന്റെ ബലഹീനതയിൽ താങ്ങുന്നൊരു കർത്താവ്. ഹല്ലേലൂയ. ഓ അല്പസമയം ദൈവത്തെ സ്തുതിച്ചാട്ട്. നിനക്കെതിരെ ഉള്ള ഒരു ആയുധവും ഫലിക്കത്തില്ല. എൻ്റെ കർത്താവ് അവൻ യുദ്ധവീരനാ, അവൻ ബലവാനാ. ഇന്ന് രാത്രി ദൈവാത്മ സംസാരിക്കുന്നത് വ്യക്തിപരമായും കുടുംബമായും സഭയായും നമുക്കെതിരെ ഒരു ശക്തി നിൽക്കത്തില്ല. ഹല്ലേലൂയ. യോശുവേ, ഒരുത്തൻ നിലനിൽക്കത്തില്ല. ഒരു വഴി വരുന്നവൻ 7 വഴി ഓടിപ്പോകും. അടല ബാബാ. എന്നാൽ നിന്റെ ഏത് ബലഹീനതയിലും അവന് തള്ളിക്കളയത്തില്ല. ഹല്ലേലൂയ. നീ ചെന്നാൽ മതി കരുണയ്ക്ക് വേണ്ടി. എത്ര മനോഹരം നോക്കുക. മഹാപുരോഹിതൻ ഓർക്കണം, ഈ മഹാപുരോഹിതൻ ആകുന്ന സമയത്ത് അവൻ എന്ത് ചെയ്തു? ആണിട്ടു.
ശ്രദ്ധിക്കുക, അതിൻ്റെ മനോഹരത എന്താ പറയുന്നത്, അത് ഐറോണിക്കലാണ്. എന്ന് വെച്ചാൽ ഇവനെ മഹാബുദ്ധനായ സമയത്ത് ദൈവം തീരുമാനിച്ചു ഇതിന് മാറ്റമില്ല, എന്നേക്കും ഒരു പുരോഹിതൻ, ഇനി വേറെ പുരോഹിതൻ വരുന്നില്ല. ആരുടെ ക്രമപ്രകാരമാണ്? ഒരിക്കലും മാറാത്ത പൗരോഹിത്യം. അപ്പം മാറിപ്പോകാത്തൊരു പൗരോഹിത്യവും മാറിപ്പോകാത്തൊരു വാഗ്ദത്വവും. ഇനി ലിങ്ക് ചെയ്യാം, നമുക്ക് ഇനി ലിങ്ക് ചെയ്യാം. 8 വന്നേ, 8-ാം അധ്യായം. അല്ല, ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് 8-6 വാക്യം ഒന്ന് വായിച്ച്. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ. ഈ യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ ശുശ്രൂഷയുടെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? വിശേഷമേറിയ വാഗ്ദത്തങ്ങളിൽ സ്ഥാപിക്കപ്പെട്ട ഒരു ഉടമ്പടിയാണ്. Now he has obtained a more excellent ministry inasmuch as he is also mediator of a better covenant which was established on better promises. പാലിക്കാൻ വയ്യാത്ത പ്രമാണങ്ങൾ, ഡോൺ ഇങ്ങനെയുള്ള പ്രമാണമല്ല, 10 കൽപ്പനയല്ല, അത് ലേവ്യ പൗരോഹിത്യമാണ്. പുരോഹിതം ആണിയാർക്കും കാളയാർക്കും രക്തം തെളിയും ഒരു ഗുണമുണ്ടായില്ല. അതല്ല യേശുവിൻ്റെ പൗരോഹിത്യം. എന്നാൽ ഇവിടെ വേറെ പൗരോഹിത്യം, വരുന്നവന് കരുണ കാണിക്കുന്ന ഒരു മഹാപുരോഹിതൻ. ഹല്ലേലൂയ. അവൻ്റെ മധ്യസ്ഥയുടെ അടിസ്ഥാനം ഒരു പുതിയ ലോയാണ്. ലോ അല്ല, പുതിയൊരു കവനൻ്റാണ്. എന്താണ് കവനൻ്റ്? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അവനെ വിചാരിച്ച് മാത്രമല്ല നമ്മൾ വിചാരിച്ചും കൂടെയാണ്. വിശ്വാസികൾ അബ്രഹാമിൻ്റെ മക്കളാകുന്നു. മക്കളെങ്കിലും നാം ആരാണ്? അവകാശികളാണ്. അബ്രഹാമിൻ്റെ സന്തതിയാണ് നാം. ഗലാത്യയിൽ വായിക്കുന്നതിനെ ഓടിച്ചു പോകാണ്. ക്രിസ്തുവിൽ വിശ്വസിച്ച ദൈവമക്കളായി യേശു ചേരുവാൻ സ്ഥാനം പറ്റുന്ന നമ്മൾ യേശുവിനെ ധരിച്ചു. അങ്ങനെ നാം ക്രിസ്തുവിലായി, ഉള്ളവരായി. അങ്ങനെയെങ്കിൽ നാം അബ്രഹാമിൻ്റെ സന്തതിയായി, അങ്ങനെ നാം അവകാശികളായി. എന്താ അവകാശം? മക്കളായപ്പോൾ അബ്ബാ ആത്മാവിനെ കിട്ടി. അബ്രഹാമിന് ആടുമാടുമല്ല നമ്മുടെ അനുഗ്രഹം. അങ്ങനെ തിരുത്തിരിക്കരുത്. അബ്രഹാമിൻ്റെ അനുഗ്രഹം എന്താണ്? ആത്മാവെന്ന്. അയ്യോ, ഒന്ന് എടുത്ത് നോക്കി. ഗലാത്യ ലേഖനം 3-ാം അധ്യായം എന്നുള്ളത് അതൊരു ചെറിയ തെറ്റിദ്ധാരണയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നോക്കിയ 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ വായിച്ച്. മരത്തിൽ തൂങ്ങുന്നവർക്ക് ശപിക്കപ്പെട്ടിരിക്കുന്ന പോലെ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി. ന്യായപ്രമാണം മാറ്റിയില്ല, അതിന് ശാപം മാറ്റി. ചില ആളുകൾ വസ്തു വാങ്ങുമ്പോൾ 2 കോടിയുടെ വസ്തുവാണ്. അപ്പോൾ അവർ പറയും ഇതിന് കുറച്ച് ബാധ്യതയുണ്ട്, ആദ്യം ഒരു കോടി കടമുണ്ട്, ആദ്യം എന്ത് ചെയ്യണം? അത് മാറ്റണം. അപ്പോൾ നിങ്ങൾ അത്രയും പൈസ ആദ്യം അത് റിലീസ് ചെയ്യാം, പ്രമാണം റിലീസ് ചെയ്യണം. അത് കഴിഞ്ഞ് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചപ്പോൾ നമ്മൾ വലിയ കുടുക്കി കളുക. എന്താ? ന്യായപ്രമാണത്തിൻ്റെ ശാപം. കാരണം നമ്മുടെ ജലം ബലഹീനമായതുകൊണ്ട് ന്യായപ്രമാണം കൊണ്ട് നമുക്ക് നന്നാൻ പറ്റിയില്ല, ശാപം കിടക്കുക. അപ്പോൾ യേശു മരത്തിൽ തൂങ്ങി എന്ത് ചെയ്തു? ശാപം അങ്ങ് മാറ്റി നമ്മളെ സ്വതന്ത്രരാക്കി. എന്തിനു വേണ്ടി എന്നറിയാമോ? എന്തിനു വേണ്ടിയാണ്? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടത്. എന്താ അനുഗ്രഹം? ആത്മാവെന്ന വാഗ്ദത്ത വിഷയം. ഹല്ലേലൂയ. നീ പ്രമാണം ചെയ്ത് കുഴഞ്ഞ് നീ അടിമയാകേണ്ട കാര്യമില്ല. പുതിയ പ്രോമിസ് അനുസരിച്ച് നിനക്ക് എന്ത് കിട്ടും? ആത്മാവിനെ കിട്ടും. ആത്മാവ് നിന്നെ ആരാക്കും? ദൈവ മക്കളാക്കി തീർക്കും. ഇനി നോക്കിയാൽ 4-ാമത്തിലേക്ക് വന്നേ. 4-ാം അധ്യായത്തിൽ അത് തന്നെ പറയുന്നുണ്ട്. 4-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. എന്നാൽ കാലസമ്പളം വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ച് അയച്ചത്. അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ നമ്മളെ വിലയ്ക്ക് വാങ്ങി. ന്യായപ്രമാണം ശാപം മാത്രമല്ല, ന്യായപ്രമാണം വിളിച്ചു. നമ്മൾ പ്രമാണത്തിന് കീഴിലല്ല, ശാപവും നമുക്കില്ല. നമ്മളെ വിലയ്ക്ക് വാങ്ങി പുത്രത്വം പ്രാപിക്കാനാണ്. ഈ ദിവസം നമ്മുടെ ഐഡിയ ഞങ്ങൾ മനസ്സിലാക്കണം. നമ്മൾ ദൈവപുത്രന്മാരാണ്. ഹല്ലേലൂയ. നമ്മൾ അടിമകളല്ല. നിങ്ങൾ പിന്നെയും പേടിക്കേണ്ടതിന് ദാസന്റെ ആത്മാവല്ല, പിന്നെയും അബ്ബാ. ഒന്ന് സന്തോഷിച്ചേ പറയുള്ളവരെ, ഒന്ന് തുള്ളിച്ചാടിക്കേ. ദൈവം നമ്മുടെ അപ്പന, നമ്മുടെ ഡാഡിയാ. ഹല്ലേലൂയ. നമ്മുടെ അടിമകളല്ല, പ്രമാണിക്കയിലല്ല, നമ്മള് വിലയ്ക്ക് വാങ്ങി. എന്നിട്ട് എന്ത് ചെയ്തു? ആകൊണ്ട് സ്വപുത്ര ആത്മാവ് ഹൃദയങ്ങളിലേക്ക് അയച്ചിരിക്കുന്നു. എല്ലാ നിയമങ്ങളൊന്നും ഉല്ലസിച്ച് അത് നീ ദാസനല്ല, പുത്രനത്രേ. അവകാശം പ്രാപിക്കണം, അവന്റെ തേജസ് പ്രാപിക്കണം. യേശുക്രിസ്തു നമ്മളെ കൊള്ളതിന് വേണ്ടിയാ. എന്നെ പോലെ അവനായി തീരണം. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ദൗത്യവാദമാണ് നമ്മൾ പിടിപ്പിച്ചെടുത്ത് ശാപം മാറ്റി, രോഗം മാറ്റി, ന്യായവിധി മാറ്റി കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ്. വിശദീകരിച്ച് അവന്റെ തേജസ് പ്രാപിക്കാൻ വേണ്ടി അവന്റെ സ്വരൂപത്തോട് അനുരൂപനാണ്. ഓ ഹല്ലേലൂയ. ഇതല്ലെങ്കിൽ ലിങ്ക് ചെയ്ത് കിടക്കുന്ന കാര്യമാണ്. നമുക്ക് തിരിച്ച് വരാം. അപ്പോൾ ഈ ഒരു ദൗത്യം നിർവഹിപ്പാനായിട്ട് യേശുവിനെ ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആണയിട്ട് പുരോഹിതനാക്കി. എന്താണ് ഇവൻ്റെ ജോലി? ന്യായപ്രമാണമല്ല. നീ രാവിലെ എഴുന്നേറ്റോ,
നീ പ്രാർത്ഥിച്ചോ, ദശാംശം കൊടുത്തു, ഇതൊന്നുമല്ല പ്രമാണം. നിനക്ക് എന്ത് തന്നിരിക്കുന്നു? ആത്മാവെന്ന ഭാഗത്തുള്ള വിഷയം. ദൈവത്തെ അപ്പ എന്ന് വിളിക്കാം. ഹല്ലേലൂയ. എന്തൊരു രക്ഷയാണ്! ഇത്ര വലിയ രക്ഷ നാം ഗണ്യമകാതെ പോയാൽ എങ്ങനെ തെറ്റി വഴി. സോ ഗ്രേറ്റ് സാൽവേഷൻ. ഹല്ലേലൂയ. ഇവിടെ വായിച്ചത് ഈ പുതിയ ഉടമ്പടിക്ക് യേശു ആരാണ്? മധ്യസ്ഥനാണ്. അപ്പോൾ ഉടമ്പടി ആണിയിട്ട് ഉറപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തം എന്താ? ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ പോവാ. ആര് മുഖാന്തരം? പുത്ര മുഖാന്തരം, യേശു ക്രിസ്തു മുഖാന്തരം അനുഗ്രഹിക്കാൻ പോവുക. എന്താ അനുഗ്രഹം? പുത്രത്വത്തിൻ്റെ ആത്മാവ്. നിനക്ക് ദൈവത്തെ അപ്പാന്ന് വിളിക്കാം, ദൈവമക്കളാകാൻ പറ്റും. നമുക്ക് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ദൈവം നമ്മുടെ അപ്പനാ, നമ്മളവൻ്റെ മക്കളാ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. നാം പ്രാപിച്ച ആത്മാവ് ഭീരുത്വ ആത്മാവല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആത്മാവാണ്. നമ്മൾ ദാസ്യത്തിൻ്റെ ആത്മാവല്ല, അപ്പാ തുടങ്ങിയ ആത്മാവാണ്. അതുകൊണ്ട് ഈ വലിയ ഉടമ്പടിയുടെ അവൻ മധ്യസ്ഥനാണ്. ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ വിഷയം നമുക്ക് 7-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരാം. 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 22 മുതൽ വായിക്കാം. അത് ആണ കൂടാതെ അല്ല എന്നതിന് ഒത്തവണ്ണം വിശേഷമേറിയ നിയമത്തിന് യേശു ഈ ഒരു കവനന്റിനകത്ത് കവനന്റ് ആണിട്ട് ഉറപ്പിച്ചതാണ്. അതിന്റെ കവനന്റ് ഇമ്മീഡിയറ്റ്ലി ആണിട്ട് ഉറപ്പിച്ചിരിക്കുക. ദൈവത്തിന്റെ നിശ്ചയമാണ്. എന്തായാലും ഇത് മാറുന്നില്ല. ഞാൻ കൊടുത്ത വാഗ്ദത്തം അഥവാ മറന്നു കളഞ്ഞാലും അതിന് പൊക്കാൻ വേണ്ടി ആര് വേണം? ഒരു മഹാപുരോഹിതൻ വേണം. അവൻ ഉറപ്പിച്ചു വെച്ചിരിക്കുക. ദൈവമക്കൾ, നിങ്ങൾ എത്രമാത്രം ബലഹീനരാണെങ്കിലും വിഷയമില്ല. നിങ്ങളുടെ ഉടമ്പടി ചെയ്ത മധ്യസ്ഥൻ അവൻ മാറാത്തവനാണ്, അവൻ ശക്തനാണ്, അവൻ ഒരിക്കലും മാറിപ്പോകുന്നവനല്ല. അവൻ ഉറപ്പിക്കപ്പെട്ട മഹാപുരോഹിതനാണ്. അതുകൊണ്ട് 24-ാം വാക്യം, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യമാകുന്നു. ദൈവമക്കളെ, പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ് നാം വന്നിരിക്കുന്നത്. നമ്മുടെ മഹാപുരോഹിതൻ മാറാത്ത മഹാപുരോഹിതനാണ്. അതുകൊണ്ട് ഈ സമയത്ത് എന്നാൽ നമുക്ക് അവനെ കിട്ടും. ഹല്ലേലൂയ. ഒന്ന് സന്തോഷിക്കുമോ നിങ്ങൾ? എപ്പോൾ വേണമെങ്കിലും ഫാസ്റ്റിംഗ് പേര് തീരുമാനിച്ചാലും ഇല്ലെങ്കിലും, പാസ്റ്റർമാരുണ്ടെങ്കിലും ഇല്ലെങ്കിലും, എപ്പോൾ മുട്ടുകുത്തിയാലും തക്ക സമയത്ത് കൃപ നൽകുവാൻ അവൻ റെഡിയാണ്. ഹല്ലേലൂയ. ഏത് അർദ്ധരാത്രിയിലും ഏത് എമർജൻസിയിലും തൽസമയത്ത് കൃപ നൽകുവാൻ അവൻ നമുക്ക് വേണ്ടി സദാ ജീവിക്കുന്നവനാണ്. അടുത്ത വാക്യം നോക്കുക. താൻ മുഖാന്തരമായി ദൈവത്തോടൊക്കെ വേണ്ടി ഭക്ഷണം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ therefore he is able to save to the uttermost. എന്താ പറയുക? എനിക്ക് തുള്ളി ചാടാൻ തോന്നുന്നുണ്ട്. he is able to save us to the ധൈര്യം വരുന്നില്ലേ? പേടിക്കാതിരിക്കുന്നേ. ഹല്ലേലൂയ. എത്ര വിഷമമുണ്ടെങ്കിലും നിന്നെ അത്രമാത്രം അനുഗ്രഹിപ്പാൻ മതിയായ കർത്താവാണ്. കാരണം വാഗ്ദത്തം ആണിട്ടുറപ്പിച്ചതാണ്, മധ്യസ്ഥനും ആണിട്ടുറപ്പിക്കപ്പെട്ടവനാണ്. ഇനി ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. ആരാ ചെയ്തത്? ദൈവമാണിട്ടിരിക്കുന്നത്. ദൈവമാണിട്ടിരിക്കുക. ഇനി എന്താ ദൈവം ചെയ്യേണ്ടത്? ഇനി എന്ത് ചെയ്യണം എന്ന് ചോദിക്കുക. ഞാൻ ആണിട്ടില്ലേ? മധ്യസ്ഥനില്ലേ? ഞാൻ മാറി എന്നാലും എൻ്റെ മധ്യസ്ഥൻ നിങ്ങളുടെ കാര്യം ചെയ്തു. നമുക്കറിയാം, വക്കീലന്മാരെ കൊള്ള കേസ് പറയിക്കുന്നത് അവർ ശരിക്കൊന്നും ചെയ്യുന്നില്ല. നമ്മുടെ മധ്യസ്ഥൻ മതിയായവനാണ്. ആ വാക്യം ഒന്നും വായിക്കാം. താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാണ്. എന്തെങ്കിലും മാറ്റമുണ്ടോ? 4-ാം അധ്യായത്തിൽ കരുണ ലഭിപ്പാനും സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും, തക്ക സമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും എവിടെ ചെല്ലണം? കൃപാസനത്തിന് അടുത്തേക്ക് ചെല്ലണം. അത് നമ്മൾ പിള്ളേരാ. ഡാഡി, പപ്പ, അത് വേണം, ഇത് വേണം, ഇത് വേണം. അതൊരു ശൈശവാവസ്ഥയാണ്. ഇപ്പം നമ്മൾ കുറച്ചുകൂടെ വലിയവരായി. വാഗ്ദത്തങ്ങൾ പഠിപ്പിക്കാൻ വന്നിരിക്കുക. കവനന്റ് അനുസരിച്ച് ഒത്തിരി പ്രോമിസസ് ഉണ്ട്. വാഗ്ദത്തങ്ങളെ അവകാശം, വി ആർ ഗോയിങ് ടു ഇൻഹെറിറ്റ് ദ പ്രോമിസസ്. അതിന് നമുക്ക് എന്താ ചെയ്യേണ്ടത്? അതാരാ കൊടുക്കുക? ആരാ വാഗ്ദത്തം ചെയ്തത്? ദൈവമാണ്. എങ്ങനെ വാഗ്ദത്തം ചെയ്തത്? വാഗ്ദത്തവും ആണയിട്ട് ഉറപ്പിച്ചതാ. ഇനി ഞാൻ മാറത്തില്ല. ദൈവത്തിന് കള്ളം പറയാൻ പറ്റത്തില്ല. മാറിപ്പോകാത്ത വാഗ്ദത്തം അത് പ്രാപിക്കാൻ കൂടി ചെല്ലണം. അങ്ങോട്ട് എങ്ങനെ ചെല്ലണം? ആ വാക്യം നോക്കിയേ. ആ വാക്യം ശരിക്കും നോക്കിയേ, എന്നെ നോക്കണ്ട. ആ വാക്യം നോക്കിയേ. എന്താണ്? അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് വല്ല പിടികിട്ടുന്നുണ്ടോ? ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ നൽകാനുള്ള മീഡിയേറ്റർ ആരാ? യേശുവാ. അവനെ ദൈവം ആക്കി വെച്ചിരിക്കുക. മോനെ, നിനക്കുള്ള എല്ലാ അനുഗ്രഹത്തിൻ്റെയും മധ്യസ്ഥൻ യേശുവാ. ഹല്ലേലൂയ. അപ്പോൾ നിനക്ക് ആവശ്യമുള്ളപ്പോൾ എന്ത് ചെയ്യണം? അവനെയും കൂട്ടിക്കൊണ്ട് വരണം. അവൻ പറയും, ഇതാ മോഹൻ പിന്നീട് പപ്പയുടെ ഇളയ മോനാണ് ഇവൻ. ഇവനെ കൊടുത്ത പ്രോമിസ് എല്ലാം എന്താ? അവൻ ചോദിച്ചു വന്നിരിക്കുക. ഹല്ലേലൂയ. അവൻ അനുഗ്രഹം കൊടുക്കണമെന്ന് പറയുമ്പോൾ താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി അവൻ പക്ഷപാതം കഴിയും. നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും പക്ഷപാതം. അങ്ങനെയല്ല. സ്പെസിഫിക് ആയിട്ട് നമ്മൾ ചെല്ലണം. ക്ലെയിം ചെയ്യണം. ഞാനൊരു പുസ്തകം വായിച്ചു, അൺക്ലെയിംഡ് റിച്ചസ് എന്ന്. സ്വർഗത്തിൽ ഒരുപാട് സമ്മാനം പാക്കി വെച്ചിരിക്കുക. അൺക്ലെയിംഡ്. വേറെ റൂം കാണിച്ചു കൊടുത്തു. റൂമിനകത്ത് നിറച്ചും അഡ്രസ് ലെഫ്റ്റ് ദ പ്ലേസ്. പ്രാർത്ഥിച്ച് ഉപസിച്ച് അങ്ങോട്ട് അപേക്ഷ അയച്ചു. റെഡി പാക്കി വന്നപ്പോഴത്തേക്കും ആളോടില്ല, അഡ്രസ് ഇല്ല.
പലപ്പോഴും ഇങ്ങനത്തെ പ്രാർത്ഥനകൾ ദൈവം കൃത്യമായിട്ട് ചെയ്യും. പക്ഷെ ടൈമുണ്ട്, മറുപടിക്കൊരു സമയമുണ്ട്. ഹന്ന പ്രാർത്ഥിച്ചു, ഇവന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചത്, ഈ മോന് വേണ്ടി പ്രാർത്ഥിച്ചത്. ഹല്ലേലൂയ. സമയത്ത് മറുപടി വന്നു. സക്രിയാവും വല്യമ്മച്ചിയും കുറേ പ്രാർത്ഥിച്ചു. ഒരു ദിവസം ദൈവം എന്ന് പറഞ്ഞു, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രാർത്ഥന ഒരിക്കലും വെറുതെ മടങ്ങി വരുന്നതല്ല. അതിന് സമയം ഒരു സമയമുണ്ട്. അത് വരും, നിശ്ചയം താമസിക്കത്തില്ല. ഇന്ന് രാത്രി ദൈവാത്മാ ശക്തിപ്പെടുകയാണ്. അല്ലെങ്കിൽ നമ്മെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ച്, മക്കളെക്കുറിച്ച്, സഭയെക്കുറിച്ച് ഉള്ള ദൈവവാഗ്ദാനം നിവർത്തിക്കാൻ വിശ്വസനീയ കർത്താവാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? യേശുവിനെ കൊണ്ട് പോകണം. എത്ര വാഗ്ദത്തം ഉണ്ടെങ്കിലും യേശു ക്രിസ്തുവിൽ അത് ഉവ്വ എന്നും ആമേനെന്നും. എത്ര വാഗ്ദത്തമുണ്ട്? പത്രോസ് പറയുമ്പോൾ അവയാൽ നമുക്ക് വിലയേറിയതും precious and very great promises. അവയാൽ ഞങ്ങൾ ലോകത്തിലെ മോഹം വിട്ടൊഴിഞ്ഞ ദിവ്യ സ്വഭാവത്തിന് we become the partakers of divine nature of God. We escape the lust, the corruption through the lust. ലോകത്തിലെ മോഹത്തിൽപ്പെട്ട് നശിച്ചു പോയിരിക്കാൻ വേണ്ടി പ്രോമിസസ് ഉണ്ട്. എനിക്ക് ചപ്പും ചോറും വേണ്ട, സാത്താൻ തരുന്ന ഈ പുറകെ തരുന്നൊന്നും എനിക്ക് വേണ്ട, മോഷ്ടിച്ചുള്ളത് എനിക്ക് വേണ്ട, എനിക്കിഷ്ടംപോലെ അനുഗ്രഹം അവിടെയുണ്ട്. ഇന്ന് എനിക്ക് മാസികയുണ്ട്, ഇഷ്ടപ്പെടുന്നു എന്ന് പറയും. അതിനകത്ത് ഒരു ലേഖനം പരിഭാഷപ്പെടുന്നു. ഇന്ന് ഞാൻ അത് അയച്ചു കൊടുത്തു. അതിൻ്റെ അത് ഇങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത്. കുന്നാൾ ഒരു വലിയ പഴയ ഭക്തനാണ്. ദൈവത്തിൻ്റെ സ്വർഗീയ കലവറ താക്കോൽ തന്നിട്ടിരിക്കുമ്പോൾ അത് പോക്കറ്റ് വെച്ചുകൊണ്ട് നീ സാത്താൻ്റെ തട്ടുകടയിൽ പോയി ഇരിക്കുക, ഈച്ച പറ്റി ആഹാരം കഴിക്കാനായിട്ട്. നാണമില്ലേടാന്നാണ് ചോദിക്കുന്നത്. സ്വർഗത്തിലെ കലവറ മുഴുവനും തുറക്കാൻ പറ്റിയ താക്കോലും പോക്കറ്റുകൊണ്ട് പോയിരിക്കുക. ദൈവത്തിന് അപമാനമല്ലേ? എൻ്റെ മോനെ, പന്നികൾ തിന്നുന്ന തമിഴ് കൊതിപ്പാൻ ആരായി പോയി എൻ പ്രിയ മകനെ. അല്ലേ പുള്ളിയപുത്രൻ്റെ കാര്യം. എത്ര നാളിവനെ കാണാതിരുന്നു, ഇപ്പോൾ കണ്ടു നാം ആനന്ദിക്കാം. നമ്മുടെ കൊച്ചുദേശ പാട്ടാണത്. അപ്പം നമ്മൾ പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ തന്നിരിക്കുമ്പോൾ, മക്കളായിരിക്കുമ്പോൾ നമ്മൾ തെരുവിൽ പോവുക. നമ്മൾ അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടിയാ. പിന്നെ 3 വർഷം ഇവിടെ അടുത്തോണ്ടിരിക്കുക. വാഗ്ദത്തങ്ങൾ അവകാശമാക്കിക്കണം. വാഗ്ദത്തങ്ങൾ അവകാശമാക്കുന്നവരുടെ അനുകാരി. ബി ഇമിറ്റേറ്റേഴ്സ് ഓഫ് ദ വൺ ഹു ഇൻഹെറിറ്റ് പ്രോമിസസ് ബൈ ഫെയ്ത്ത് ആൻഡ് പെർസിവറൻസ്. വിശ്വാസത്താലും അവകാശമാക്കുന്നവരാണ് അബ്രഹാമിന്റെ. അപ്പം ഇവിടെ യേശു ക്രിസ്തു ഒരു പുതിയ ഉടമ്പടി മധ്യസ്ഥനാണ്. ഇനി അതിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ എനിക്ക് തോന്നുന്നു 8 മുതൽ വായിക്കുന്നത് എന്താണ്? അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം. നമുക്ക് യെരമ്യാവിൽ പറയുന്ന കാര്യമാണെന്ന് എസ്കേലും പറയുന്നുണ്ട്. ഞാൻ ഒരു പുതിയ കവനന്റ് എടുക്കാൻ പോവാ. നിയമമല്ല, കവനന്റാണ്. മോശ കൊടുത്ത പ്രമാണമല്ല, പുതിയ കവനന്റ്. അതനുസരിച്ച് ഞാൻ ഇനി പ്രമാണം തരത്തില്ല. പ്രമാണം എന്ത് ചെയ്യും? നിങ്ങളുടെ ഉള്ളിൽ എഴുതും. അപ്പം ഇതിൻ്റെ മധ്യസ്ഥമായ യേശു ക്രിസ്തു പ്രിയമുള്ള പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാമൻ. ഞാൻ എൻ്റെ വാക്കുകളോട് ചുരുക്കാൻ ആഗ്രഹിക്കുക. അല്ല, സമയമായില്ലേ? അപ്പോൾ നമ്മൾ വായിക്കുന്നത് ഈ കർത്താവ് നമുക്ക് വേണ്ടി സദാ ജീവിക്കുന്നവനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അങ്ങോട്ട് അടുത്ത് ചെല്ലണം. അപ്പോൾ 2-ാം പ്രാവശ്യം ചെല്ലുന്നതിന് വേണ്ടിയാ വാഗ്ദത്തങ്ങളെ ആദ്യം എന്താ ചെല്ലുന്നത്? ആദ്യം കർത്താവ് പ്രൈവറ്റ് കരുണയ്ക്ക്. കർത്താവേ, ഞാൻ ഒന്ന് ശരിയായിട്ടില്ല കേട്ടോ, കരുണ കാണിക്കണം, എനിക്ക് കൃപ വേണം. അത് കഴിഞ്ഞ് നല്ല കരുത്തരായിട്ട് കൊണ്ട് ചെല്ലണം. കർത്താവേ, നമുക്ക് ആ പ്രോമിസ് വേണ്ടേ? എനിക്ക് ആ മല തരിക കർത്താവേ. ഹല്ലേലൂയ. ദൈവമക്കളെ നമുക്കൊന്ന് ഒന്നേ നിൽക്കാമോ? നമ്മൾക്ക് ഈ ദിവസങ്ങളിൽ വാഗ്ദത്തങ്ങൾ അവകാശമാക്കാം.